ആൻഡ് ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് യു ക്യാൻ റൈറ്റ് എനിത്തിങ് വിച്ച് ഇസ് നോട്ട് പേഴ്സണൽ. എത്ര സ്ത്രീകൾ നിങ്ങളോട് അവരുടെ ഏജ് ഓപ്പൺ ആയിട്ട് പറയും, എൻ്റെ ഹോർമോൺസ് ഡിക്ലൈൻ ആവുകയാണ്, മൈ ബോഡി ഈസ് കൊളാപ്സിങ്. But do I look like my body is collapsing? Definitely not. Being a public figure, it's my responsibility, I feel, to say what women have not said for all these years and generations. അപ്പോൾ സ്ത്രീകൾ ഇത് എന്തുകൊണ്ട് പുറത്ത് പറയുന്നില്ല? ഷെയിം ദാറ്റ് ഐ എം കൊളാപ്സിങ്. ചില അമ്മമാർക്ക് യു വിൽ സീ ദാറ്റ് പ്രസവത്തിന് ശേഷം ഉടനെ അവർക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഉണ്ടാവുന്നു. എന്തുകൊണ്ട്? വേർ മെൻ ആൻഡ് വിമൻ നോ how a female body works and how it behaves. വയസ്സാവുക എന്നുള്ളത് നാച്ചുറൽ അല്ലേ? വയസ്സാവണ്ടേ? Men should not wait for women to ask for the help because they don't even know that they need to ask for help. എനിക്ക് സ്പിരിച്വാലിറ്റിയും മെറ്റീരിയലും രണ്ടല്ല, സെപ്പറേറ്റബിൾ അല്ല. ഈ തിരിച്ചറിവ്, അവയർനെസ്, അത് തന്നെയാണ് വേണ്ടത്. നിന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ എന്നൊരാൾ നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ നമ്മളത് വളരെ കെയർഫുൾ ആയിട്ട് കേൾക്കുക. വി ഗോട്ട് മാരീഡ് മച്ച് ലേറ്റർ ഇൻ ലൈഫ്, ഇൻ ആ 40s. സോ ഇൻ 40s വെൻ യു ഗെറ്റ് മാരീഡ്, നമ്മൾ തുടക്കം മുതലേ ആ ദുശ്ശീലങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. സ്ത്രീ എല്ലാം ചെയ്യും എന്നുള്ളത് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് 40s നമ്മൾ ബെറ്റർ ആൻഡ് ബെറ്റർ അല്ലേ ആവുന്നത് പ്രായം കൂടുന്തോറും. അപ്പം നമ്മൾ അതിനെ വളരെ റെസ്പെക്ട്ഫുള്ളി അല്ലേ കാണേണ്ടത്. ദ ഓൾഡർ യു ആർ, ദ ബെറ്റർ യു ആർ. നമസ്കാരം, വെൽക്കം ടു ഡീപ് ഡൈവ്. ഐ ഹാവ് എ വെരി സ്പെഷ്യൽ ഗസ്റ്റ് വിത്ത് മീ ടുഡേ. മലയാളികൾക്കെല്ലാം സുപരിചിതയായ അഭിനേത്രി, അതിലുപരി ഓഥർ ലെന. വെൽക്കം ടു ഡീപ് ഡൈവ്. താങ്ക്സ് അനീജ്. അപ്പോൾ ഞാൻ ലെന എന്ന അഭിനേത്രിയുടെ ജീവിതകഥ നമുക്കറിയാം, ലെന എന്ന എഴുത്തുകാരിയുടെ ജീവിതകഥ നമുക്കറിയാം. ഐ വോണ്ട് ടു ജംപ് സ്ട്രെയിറ്റ് ഇൻ ടു വിമനോപോസ്, ദ സെക്കൻഡ് ബുക്ക്. സോ ഐ ബിലീവ് ദാറ്റ് മോസ്റ്റ് പേഴ്സണൽ ഇസ് ദ മോസ്റ്റ് ക്രിയേറ്റീവ്. സ്കോർസെസി പറഞ്ഞ ആ വാചകം ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. സോ ആദ്യ പുസ്തകം, ഇറ്റ് വാസ് പ്രോബബ്ലി ദ മോസ്റ്റ് ഓണസ്റ്റ് പേഴ്സണൽ ജേർണൽ ദാറ്റ് യു ഹവ് എവർ റിട്ടൺ. സോ വെൻ ഇറ്റ് കംസ് ടു വിമനോപോസ്, what are you trying to tell this time? Again, it's personal, and I don't believe that you can write anything which is not personal. Okay. Because I don't believe in fiction. I like acting in fiction. ഞാനൊരു നടി എന്ന നിലയ്ക്ക് എനിക്ക് സിനിമ കഥകളിൽ ഇമാജിനറി ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ ബുക്സ് വായിക്കാൻ തന്നെ ഞാനൊരു 12th സ്റ്റാൻഡേർഡിന് ശേഷം ഞാൻ ഫിക്ഷൻ വായിച്ചിട്ടില്ല. ലൈക്ക് I feel it's a waste of my time when there are so many non-fiction, real information books available in the market. Okay. അപ്പോൾ എനിക്ക് ബുക്സ് വായന എപ്പോഴും എനിക്ക് നോൺ ഫിക്ഷൻ ആയിരിക്കണം, അത് ലൈഫ് ചേഞ്ചിങ് ആയിരിക്കണം എന്ന് എനിക്ക് പേഴ്സണലി നിർബന്ധമുണ്ട്. വേറെ സിനിമ എനിക്ക് അതൊരു ഇമാജിനറി ഫാന്റാസ്റ്റിക് വേൾഡിലേക്ക് പോകാനുള്ളൊരു എസ്കേപ്പാണ്. ഇറ്റ്സ് എ പോർട്ടൽ ടു ഫാന്റാസ്റ്റിക്കൽ വേൾഡ്. അതിനെനിക്ക് സിനിമ ഇഷ്ടമാണ്. പക്ഷേ ആസ് ഫാർ ആസ് ബുക്സ് ആർ കൺസേൺ, എനിക്ക് ബുക്സ് ദേ ഷുഡ് കൺവേ നോളജ് എന്നുള്ളതാണ്. സോ ഐ തിങ്ക് ബുക്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദാറ്റ്. അപ്പം ഞാൻ വായിക്കുന്നത് തന്നെ നോൺ ഫിക്ഷൻ ആയതുകൊണ്ട് ഒരു എഴുത്തുകാരി എന്ന നിലയ്ക്ക് എനിക്ക് എൻ്റെ ബുക്സ് എപ്പോഴും, ഞാൻ എന്തിന് ഒരു ബുക്ക് എഴുതാന്ന് പറഞ്ഞാൽ ഒരുപാട് വർക്ക് ഉണ്ട് അതിൽ. സിനിമ ഉണ്ടാക്കാനും ഒരുപാട് വർക്ക് ഉണ്ട്. പക്ഷേ ഒരു ബുക്ക്, ഒരാളത് വായിക്കാനും കുറെ ടൈം എടുത്ത് എഫേർട്ട് എടുത്ത് ഒരു വളരെ പേഴ്സണൽ റിലേഷൻഷിപ്പാണ് ഒരു ബുക്കുമായിട്ട്. സോ ഐ റിയലൈസ് ദാറ്റ് ബുക്സ് എഴുതുമ്പോൾ ദേ നീഡ് ടു ബി ലൈഫ് ചേഞ്ചിങ്. ആൻഡ് അത് റിയലി ഫ്രം അവർ എക്സ്പീരിയൻസ് അല്ല, നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസ് എന്നല്ല എഴുതുന്നെങ്കിൽ അതൊരിക്കലും ഒരാളുടെ ലൈഫ് ചേഞ്ച് ചെയ്യില്ല. മനസ്സിലായി. ബിക്കോസ് വെദർ ഇറ്റ് ഇസ് പോളോ കോയലോസ് ദി ആൽക്കമിസ്റ്റ്, ഇറ്റ്സ് ആക്ച്വലി എ നോൺ ഫിക്ഷൻ ബുക്ക് റിട്ടൺ ഇൻ ഫിക്ഷൻ. ആ ലെവൽ ഓഫ് കഴിവ് എനിക്കില്ല. ബിക്കോസ് നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെയാണ് നിധി എന്ന് പറയുന്ന ഒരു വളരെ റിയലിസ്റ്റിക് പോയിന്റ് ആണത്. അപ്പോൾ അതേപോലെ ഞാൻ ബുക്സ് എഴുതിയപ്പോൾ എല്ലാം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും, ഞാൻ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടിൽ നിന്നും, ഞാൻ അതിന് കണ്ടുപിടിച്ച പോംവഴികളും അതിൽ നിന്ന് ലഭിച്ച വിസ്ഡം, ലൈഫ് എക്സ്പീരിയൻസസിലൂടെ, നമ്മൾ കടന്നുപോയ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ ഞാൻ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർ വീണ്ടും അതിലൂടെ കടന്നു പോകേണ്ട കാര്യമില്ല, അവർക്കൊരു സഹായമായിട്ട് ഒരു ഗൈഡ് ബുക്കായിട്ട് എഴുതാം എന്ന് വിചാരിച്ചാണ് ഫസ്റ്റ് ബുക്ക് തന്നെ എഴുതിയത്, സ്പിരിച്വാലിറ്റിയെക്കുറിച്ച്. അപ്പോൾ സെക്കൻഡ് ബുക്ക് എഴുതുന്നത് എൻ്റെ ഇമ്മീഡിയറ്റ്ലി ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജേർണിയിലെ വളരെ പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻഷ്യൽ ബുക്കാണ് വിമനോപോസ്. സോ ഞാനിത് എഴുതി തുടങ്ങിയത്
2 വർഷം മുമ്പാണ്. ഓക്കെ I had turned just 43 at that time. ഓക്കെ ഇപ്പോൾ ഐ എം 45. ഓക്കെ അപ്പോൾ ദിസ് ഏജ് ഇപ്പോൾ എത്ര സ്ത്രീകൾ നിങ്ങളോട് അവരുടെ ഏജ് ഓപ്പൺ ആയിട്ട് പറയും? ക്വസ്റ്റ്യനബിൾ. പറയില്ല. വൈ? അതെ. Because we think aging is shameful. Second, perimenopause is even more personal. A woman is saying, എൻ്റെ ഹോർമോൺസ് ഡിക്ലൈൻ ആവുകയാണ്, ഓക്കെ മൈ ബോഡി ഈസ് കൊളാപ്സിങ്. ബട്ട് ഡു ഐ ലുക്ക് ലൈക്ക് മൈ ബോഡി ഈസ് കൊളാപ്സിങ്? ഡെഫിനറ്റ്ലി നോട്ട്. ബട്ട് ഇറ്റ് ഈസ്. ഓക്കെ. My body is collapsing. Does not mean that I'm dying here. It means that ഇപ്പോൾ ഉള്ളത് കൊളാപ്സ് ആവുന്നു, പക്ഷെ പുതിയതൊന്ന് ക്രിയേറ്റ് ആവുന്നു. ഐ എം ബീങ് റീബോൺ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. അപ്പോൾ ബീങ് എ പബ്ലിക് ഫിഗർ, it's my responsibility, I feel, to say what women have not said for all these years and generations. Okay. That there is a collapse and there is a rebirth. Okay. That is perimenopause. Okay. അപ്പോൾ മിക്ക സ്ത്രീകൾ അത് ചിലപ്പോൾ അറിയാതെ കടന്നു പോയതുകൊണ്ട് അത് പറയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇതൊരു ഇൻഡിവിജ്വൽ സ്റ്റോറി അല്ല. ഇറ്റ്സ് നോട്ട് സം സർവൈവർ സ്റ്റോറി. എവറി സിംഗിൾ വുമൺ യു നോ ആൻഡ് എവറിബഡി നോസ് ദ വിമൻ ഇൻ ദിയർ ലൈഫ്. നമ്മൾ ആദ്യം അറിയുന്നത് നമ്മുടെ അമ്മയാണ് ഇൻ ദിസ് വേൾഡ്. നമ്മൾ വരുമ്പോൾ ആദ്യം നമ്മൾ നേരിടുന്നത് ഫസ്റ്റ് പേഴ്സൺ വി ആർ എൻകൗണ്ടറിങ് ഇസ് അവർ മദർ. She is going through this. Everybody's mother has gone through this or is going through this. Yeah. And we need to know about this. അപ്പോൾ സ്ത്രീകൾ ഇത് എന്തുകൊണ്ട് പുറത്ത് പറയുന്നില്ല? Shame that I am collapsing. But you are not just collapsing. You are going to emerge as a phoenix. And this is happening in every woman. നമ്മൾ കണ്ടിട്ടുണ്ട് 50 വയസ്സ് 55 വയസ്സിന് ശേഷമുള്ള സ്ത്രീകളെ കണ്ട അവർ പിന്നെ അങ്ങോട്ടൊരു സിംഹം പോലെയാണ് വരുന്നത്. സിംഹപ്പെണ്ണേന്ന് പറഞ്ഞ സിറ്റുവേഷനാണ്. പിന്നെ അങ്ങോട്ട് ഭയങ്കര ഇൻഡിപെൻഡൻറ്റ്, ഭയങ്കര ഫ്രീ ചിന്താഗതി. പക്ഷേ ഒരു കാലഘട്ടത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ എല്ലാ ടീനേജറിനും അറിയാം അവരുടെ അമ്മ ഭയങ്കര കെയോട്ടിക്കാണ്. എല്ലാ പുരുഷനും മിഡ് ലൈഫ് ക്രൈസിസ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ആ മിഡ് ലൈഫിലുണ്ടാവുന്ന വീട്ടിലെ സ്ത്രീയുടെ ഫിസിക്കൽ ബയോളജിക്കൽ ക്രൈസിസിൽ നിന്നാണ് ആ മൊമെന്റ് ഉണ്ടാവുന്നത്. So we need to talk about yeah, this. I mean, like, see, I'll make it even more personal for me. Because my mother is fighting a divorce for past 3 years. She is getting out of a very abusive marriage. Appo, I have seen my mother more confident than ever now. And do you mind disclosing her age? She wanted to get separated for the longest time. പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരി she's 59 now. 59. അപ്പോൾ സിംഹപ്പെണ്ണേ ആയി. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു. ബിക്കോസ് എന്തുകൊണ്ട് ഈ ചേഞ്ചസ് സംഭവിക്കണം? നമ്മൾ പുറമേക്ക് കാണുന്നത് ബിഹേവിയറാണ്. ആദ്യം ഒരു വളരെ സഹനശക്തിയും സമാധാനം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് സഹിക്കുകയും ഒരുപാട് ക്ഷമ കാണിക്കുകയും ചെയ്യുന്ന, നമ്മളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന സഹനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്ഷമയുടെയും പ്രതീകമായ അമ്മമാർ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മൾ അവാർഡ് കൊടുക്കാതെ നമ്മൾ അവാർഡ് കൊടുത്തു എന്നൊക്കെ പറയുന്നത് അല്ലേ? അപ്പോൾ സൊസൈറ്റി ഹാസ് അവാർഡഡ് ആൻഡ് ഭയങ്കരമായിട്ട് പുകഴ്ത്തി ഒരു വലിയൊരു സ്ഥാനത്ത് കൊണ്ടുവച്ചിരിക്കുകയാണ്. പക്ഷെ ഈ സഹനം, ഈ സമാധാനം, ഈ ക്ഷമ ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? എന്തുകൊണ്ട് അമ്മമാരെ നമ്മൾ ഇതിൻ്റെ പ്രതീകം എന്ന് വിളിക്കുന്നു? വേർ ഇസ് ഇറ്റ് കമ്മിങ് ഫ്രം യുവർ ഹോർമോൺസ്. സ്ത്രീകളിൽ ഒരു കുട്ടിയെ 9 മാസം അവരുടെ ബോഡിയുടെ ഭാഗമായിട്ട് കൊണ്ട് നടന്ന് പിന്നെ എക്സ്ട്രീംലി എക്സ്ക്രൂഷിയേറ്റിംഗ് ആയിട്ടുള്ള പെയിൻ എന്ന് പറയുന്ന പ്രസവ വേദനയിലൂടെ കടന്നു പോകാനും പിന്നെ ഈ കുട്ടികളെ ഊണും ഉറക്കവും ത്യാഗം ചെയ്ത് അവരെ നോക്കണമെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് നടക്കണം. ഒരു പുരുഷനെ കൊണ്ട് അത് കഴിയില്ല. ഒരു അമ്മ അല്ലാതെ വേറൊരാൾക്ക് അത് കഴിയില്ല. സോ വാട്ട് ഈസ് മേക്കിംഗ് ആൻ അമ്മ സ്പെഷ്യൽ? The hormonal changes that happen in her. Her brain is not behaving normally. സാധാരണ മനുഷ്യൻ പറയും എന്തിന് ഇത്രയും കഷ്ടപ്പാട്, അയ്യോ വേണ്ടെന്നല്ലേ പറയുള്ളൂ ഒരു ബ്രെയിൻ. പക്ഷെ ഒരു അമ്മ ഒരു പ്രസവത്തിന് ശേഷം വീണ്ടും ഇതിന് റെഡി ആവുന്നത് എങ്ങനെ? അവരുടെ ബ്രെയിൻ ഒന്ന് ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ലവ് ഹോർമോൺ കൊണ്ട് ഫ്ലഡഡ് ആവും. അവരിത്ര പെയിനിലൂടെ കടന്നുപോയ പ്രോസസ്സിനെ അവർ ഫൈനലി കാണുന്നത് അവരുടെ കുഞ്ഞിനെ സ്നേഹം കൊണ്ട് അവർ
they are overflowing with love. They romanticize the concept. It's not romanticized, it is a real biology. Oxytocin എന്ന് പറഞ്ഞ സാധനം ബ്രെയിനിൽ റിലീസ് ആയില്ലെങ്കിൽ യു കനോട്ട് ഫീൽ ലവ്. ലവ് ഈസ് എ വെരി ബയോളജിക്കൽ തിങ് അല്ലേ? നമ്മൾ പറയുന്ന ഫിസിക്കൽ ലവ്, അഫെക്ഷൻ, നമ്മൾ എന്താ പറയാ, മാതൃത്വവും അതിൻ്റെ കൂടെ വരുന്ന ഈ പറഞ്ഞൊരു വാക്കുണ്ട് അഫെക്ഷൻ അല്ലേ? അതിൻ്റെ മലയാളം എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പം ഈ വാക്കുകളൊക്കെ, ഈ ഫീലിങ്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മുടെ ഹോർമോൺസ് ആണ്. ആ ഹോർമോൺ ഉണ്ടെങ്കിൽ, ഓക്സിറ്റോസിൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാതൃത്വവും സ്നേഹവും ഭയങ്കരമായിട്ട് കെയർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ബ്രെയിനിൽ ഈ ഹോർമോൺ ക്രിയേറ്റ് ചെയ്യും. അതേസമയത്ത് ചില അമ്മമാർക്ക് യു വിൽ സീ ദറ്റ് പ്രസവത്തിന് ശേഷം ഉടനെ അവർക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഉണ്ടാവുന്നു. എന്തുകൊണ്ട്? അവരുടെ ഹോർമോൺസ് നോർമലി ഒരു മദർ, ഇമ്മീഡിയറ്റ് മദർ ആയ ആ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യേണ്ട കെമിക്കൽസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു സ്ത്രീ ഏകദേശം അവരുടെ 20s മുതൽ 40s വരെ അവരുടെ ബോഡി സർട്ടൻ ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓക്സിറ്റോസിൻ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. ഈ 3 ഹോർമോൺസ് പ്രിഡോമിനൻ്റ്ലി, വേറെ 100 കണക്കിന് ഹോർമോൺസ് ആർ ഗോയിങ് ഓൺ ബീങ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സർക്കുലേറ്റഡ് ത്രൂ ദ ബോഡി. പക്ഷേ ഈ 3 ഹോർമോൺസ് പ്രിഡോമിനൻ്റ്ലി ഒരു സ്ത്രീയെ സ്ത്രീയാക്കുന്നു. സഹിക്കാനും ക്ഷമിക്കാനും ഈ പേഷ്യൻസ് കാണിക്കാനും ഉള്ള കപ്പാസിറ്റി ഈ ഹോർമോൺസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. 40 വയസ്സ് കഴിയുമ്പോൾ ഈ ഹോർമോൺസിൻ്റെ ലെവൽ കുറയാണ്. ബിക്കോസ് ഓവറീസ് അവരുടെ പ്രൊഡക്ഷൻ സ്ലോ ഡൗൺ ചെയ്ത് ഷട്ട് ഡൗൺ ആവാൻ പോവാണ്. പിന്നെ ഈ ഹോർമോൺസിൻ്റെ ഈക്വലൻറ്റ് ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കിഡ്നീസിൻ്റെ മുകളിലിരിക്കുന്ന 2 അഡ്രീനൽ ഗ്ലാൻസ് ആണ് ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത്. അത് വീട് മാറ്റം പോലെയാണ്. ഈ ഫാക്ടറിയാണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. നാളെ മുതൽ എന്ന് പറയാൻ പറ്റില്ല, നാളെ മുതലല്ല, ഗ്രാജുവലി അഡ്രീനൽ ഗ്ലാൻസ് ആയിരിക്കും ഇനി മുതൽ ഇത് ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു ട്രാൻസിഷൻ്റെ പീരിയഡാണ് പെരിമെനോപോസ്. അപ്പോൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഹോർമോൺസ് തകിടം മറിയാണ്. ക്ഷമ എന്ന് പറഞ്ഞ സാധനം ആദ്യം പോകും. അത് ആ വഴിക്ക് അങ്ങ് പോയി, ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല. അപ്പം ഇത്രയും കാലം നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്ന, നമുക്ക് പരിചയമുള്ള നമ്മുടെ അമ്മ, സഹോദരി, ഭാര്യ, പല റോൾസ് പ്ലേ ചെയ്യുന്നുണ്ടല്ലോ ഈ സ്ത്രീ, ആ വ്യക്തിയെ അല്ല. അതുവരെ അമ്മ ഇങ്ങനെ ആയിരുന്നില്ല, ഭയങ്കര ക്ഷമയായിരുന്നു. ഒരു ദിവസത്തെ പെട്ടെന്ന് അങ്ങ് അമ്മ പറയാണ്, അതെ ഇനി മുതൽ ഇതിങ്ങനെ ശരിയാവില്ല. അമ്മ പ്രതികരിച്ചു തുടങ്ങുന്നു. എന്തുകൊണ്ട്? സഹിക്കുന്നില്ല. സഹനശക്തി പോയതാണ്. അത് വേണ്ടാന്ന് വെച്ചതല്ല. ഒരു സുപ്രഭാതത്തിൽ നമ്മൾ പറയുന്ന ഞാൻ ഇന്നൊരു തീരുമാനം എടുത്തു എന്ന് പറയണ പോലെ അല്ല, എന്നെ കൊണ്ട് ഇനി കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി സഹിക്കാൻ പറ്റില്ല. വൈ? സഹിക്കാനുള്ള ഹോർമോൺ ഇല്ല. സഹനം ഉണ്ടാക്കുന്ന ഹോർമോൺസ് ആണ്, ക്ഷമ ഉണ്ടാക്കുന്നത് ഹോർമോൺസ് ആണ്. ഈ രീതിയിൽ മനസ്സിലായ now we are talking about menopause and this is what has happened to your mother. സഹനശക്തി പോയി ഹോർമോൺസിന്റെ കൂടെ തന്നെ അതും പോയി. പിന്നെ എന്തുണ്ടായി? ക്ഷമയില്ല. സഹിക്കാനും പറ്റില്ല, ക്ഷമിക്കാനും പറ്റില്ല. നമുക്ക് ഈ പറഞ്ഞ പേഷ്യൻസും സഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാണ്ടായി. പിന്നെ പ്രതികരണം ഓട്ടോമാറ്റിക്കലി വരികയാണ്. So let me add on a question there. It's also aware. So I believe as a man, every day I'm a work in progress. I'm trying to understand better about my mother, my wife, my friends and everything, women especially. So അപ്പോൾ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യന് ആഡ് ഓൺ പോലെ ഞാൻ ചോദിക്കണം, ഈ സഹനശക്തി എന്നുള്ളത് ഡീഫോൾട്ടായിട്ട് ഈ ഹോർമോൺസ് കാരണം സ്ത്രീയുടെ ശരീരത്തിലുണ്ട്. പക്ഷെ അത് കാരണം ഒരുപാട് തീരുമാനങ്ങൾ ഒരുപാട് വൈകുകയാണല്ലോ, പല കാര്യങ്ങളിലുള്ള തീരുമാനങ്ങൾ. സോ വാട്ട് ഈസ് എക്സാക്ട്ലി എ സൊല്യൂഷൻ ടു റീസ്റ്റോർ ദാറ്റ് ബാലൻസ്? ബിക്കോസ് ഐ ബിലീവ് ഇറ്റ്സ് ആൻ ആഡഡ് റെസ്പോൺസിബിലിറ്റി ടു വിമൻ. സോ വിമനോപോസ് എന്ന് പറഞ്ഞ ഈ ബുക്ക് എഴുതിയിരിക്കുന്നതിൻ്റെ ടാഗ് ലൈൻ ആണ് ഫോർ വിമൻ ആൻഡ് ദിയർ മെൻ. ദിസ് ബുക്ക് ഇസ് നോട്ട് ഫോർ വിമൻ. എനിക്ക് തോന്നുന്നു ഒരു സ്റ്റാറ്റിസ്റ്റിക് എൻ്റെ പെൻഗ്വിൻ എഡിറ്റർ എന്നോട് പറഞ്ഞു, ഇപ്പം March 8 വിമൻസ് ഡേന് ഈ ബുക്കിൻ്റെ പ്രീ ഓർഡർ ഓപ്പൺ ചെയ്ത് ഞാനിങ്ങനെ ഒരുപാട് അവയർനെസ് ടോക്സും ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വിചാരിക്കും നമ്മുടെ ബുക്കിൻ്റെ പ്രീ ഓർഡർ നമ്പേഴ്സ് വളരെ ഹൈ ആയിരിക്കണം. കഴിഞ്ഞ ദിവസം എൻ്റെ എഡിറ്റർ വിളിച്ചിട്ട് പറയണം, ഐ എം സർപ്രൈസ്ഡ് ലെന, ഇത്രയും ഇതിൻ്റെ ഇൻഫർമേഷൻ കൊടുത്തിട്ടും പ്രീ ഓർഡർ 25 കോപ്പിയാണ് പ്രീ ഓർഡർ ആയിട്ടുള്ളത്. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? ബിക്കോസ് women live in shame
ദാറ്റ് അയ്യേ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ആര് പറഞ്ഞു എനിക്ക് പ്രശ്നമുണ്ട്. ഇപ്പം എന്നെ കണ്ടാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും തോന്നുന്നില്ലല്ലോ. പക്ഷെ എൻ്റെ ബോഡിയുടെ ഉള്ളിൽ ഒരുപാട് ഇന്റേണൽ സ്ട്രെസ് നടക്കുന്നുണ്ട് ഓഫ് പെരിമെനോപോസ്. ഇറ്റ്സ് നാച്ചുറൽ. സോ ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ് യു ഹാവ് ടു സപ്ലിമെന്റ്സ് കൊടുക്കണം, ബോഡീനെ അതുപോലെ നറിഷ് ചെയ്യണം, അതുപോലെ 8 മണിക്കൂർ ഉറക്കം കിട്ടണം. അതൊക്കെ ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പം ഞാൻ കൊളാപ്സ്ഡ് അല്ലാത്തൊരു രീതിയിൽ എന്നെ കാണുന്നത്. ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഇൻ്റർവ്യൂവിന് വന്നിരിക്കാനുള്ള ആരോഗ്യം എനിക്ക് ഉണ്ടാവില്ല. ഐ വിൽ ബി സോ ടയേർഡ്, ഐ ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ്. ഞാൻ ഇവിടെ വന്ന പോലെ എന്നെ കണ്ടാൽ ഒരു ടയേർഡ് ലുക്കിംഗ് പേഴ്സണിനെ ആയിരിക്കും നിങ്ങൾ കാണുക. സോ ഈ ഇൻഫർമേഷൻ ഞാൻ പുറത്ത് ഇട്ടാൽ പോലും വൈ ഈസ് ദ ബുക്ക് നോട്ട് ഗോയിങ് അപ്പ് ഇൻ പ്രീ ഓർഡർ സെയിൽസ്? Because women are ashamed to say that they are going through perimenopause. I want to change that dialogue. And so we're coming to your question, roundabout ആയിട്ട്. For their men എന്ന് പറയുമ്പോൾ, for all you know, എനിക്ക് തോന്നുന്നു ഈ ബുക്ക് ഫൈനലി പ്രീ ഓർഡർ ചെയ്യുന്നത് പുരുഷന്മാരായിരിക്കും. ആ 25 കോപ്പി തന്നെ പ്രീ ഓർഡർ ചെയ്തിട്ടുള്ള ചിലപ്പോൾ പുരുഷന്മാരായിരിക്കും. ബിക്കോസ് ദേ ആർ ദ വൺസ് ഹു വാണ്ട് ടു നോ എന്താ സംഭവിക്കുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദ വിമൻ ഇൻ മൈ ലൈഫ്, ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് എന്നാണ് പറയുന്നത്. സോ വാട്ട് ഐ എം സേയിങ് ഈസ്, ഒന്ന് നമുക്ക് ഇൻഫർമേഷൻ വേണം. സ്ത്രീകൾ തന്നെ അറിയണം അവരുടെ ബോഡി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഹൗ ഡസ് ദിയർ ബോഡി ഫങ്ഷൻ, നോട്ട് ഓൺലി ഇൻ പെരിമെനോപോസ്, അറ്റ് എനി ഏജ്. ഒരു സ്ത്രീയുടെ ശരീരം ഭയങ്കര വിചിത്രമായിട്ടുള്ള ഒരു മെഷീനറിയാണ്. 28 ഡേ സൈക്കിളിൽ ജീവിക്കുന്ന ജീവികളാണ് സ്ത്രീകൾ. പുരുഷന്മാർ 24 hour സൈക്കിളിൽ ജീവിക്കുന്ന ജീവികളാണ്. സീ ദ ഡിഫറൻസ് സ്ട്രേറ്റ് അവേ. ഒരു മാൻ്റെ എൻറ്റയർ സിസ്റ്റം 24 hours റീബൂട്ട് ആവും. അതിൻ്റെ ഒരു റീസ്റ്റാർട്ട് ആവുന്നത് ഉറങ്ങി എണീറ്റു, ന്യൂ ഡേ, ഫ്രഷ് ഡേ, റിപ്പീറ്റ്. യു ക്യാൻ ഡു സെയിം തിങ് എവറി ഡേ. ജിമ്മിലേക്ക് രാവിലെ 7 മണിക്ക് പോകണം, ഓക്കെ. ഒരു സ്ത്രീ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ജിമ്മിൽ പോകണം എന്ന് വെച്ചാൽ, അങ്ങനെ ഡെയിലി മുടങ്ങാതെ ജിമ്മിൽ പോയ ഒരു സ്ത്രീയെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കമൻസിൽ ഇടണം, എനിക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇന്നേ വരെ ഒരു ദിവസം പോലും ജിമ്മിൽ മുടങ്ങിയിട്ടില്ല. പുരുഷന്മാർ ഇഷ്ടം പോലെ ഉണ്ടാവും. 20 കൊല്ലമായിട്ട് ഞാൻ ഒരു ദിവസം പോലും ജിമ്മിൽ മുടങ്ങാതെ പോയിട്ടുണ്ടെന്ന് പറയുന്ന പുരുഷന്മാരുണ്ടാവും. ബിക്കോസ് എ മാൻ ഹാസ് എ 24 hour സൈക്കിൾ ആൻഡ് വൺ പ്രിഡോമിനൻറ്റ് ഹോർമോൺ, ടെസ്റ്റോസ്റ്റെറോൺ. അത് ഓൺ ഓഫ് ആ ലെവൽ അത്ര സിമ്പിളായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ക്വിക്ക് റീസ്റ്റാർട്ട്, 24 hour റീസ്റ്റാർട്ട്, ഓഫ് ഓൺ സിസ്റ്റം. ഉറങ്ങുക എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ ഉറങ്ങുന്നത് എങ്ങനെയാണ്? ബെഡ് പോയി കിടന്നു, കണ്ണടച്ചു, ടക്ക് ഓഫ്. സ്വിച്ച് ഇട്ട പോലെയാണ് ഉറങ്ങുന്നതെന്ന് എല്ലാവരും പറയും. ഇറ്റ്സ് പോസിബിൾ ബിക്കോസ് ഇറ്റ്സ് വൺ ഹോർമോൺ സിസ്റ്റം. കോർട്ടിസോളും ടെസ്റ്റോസ്റ്റെറോണും തമ്മിലുള്ള ഒരു സിസ്റ്റമിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. ഒരു സിമ്പിൾ സിസ്റ്റമാണ്. സ്ത്രീകളുടെ ബോഡി, ബിക്കോസ് ദേ ആർ സപ്പോസ് ടു ഹാവ് ചിൽഡ്രൻ ആൻഡ് നർച്ചർ ആൻഡ് അതർ ലൈഫ് ഇൻസൈഡ് ദ സെയിം ബോഡി ആൻഡ് ഓൾ ദാറ്റ്, ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ്. ബേസിക്കലി 5 hormone system at the simplest. Many more hormones and enzymes are involved. പക്ഷെ predominantly ഒരു 5 hormones. ആ 5 hormones തന്നെ അപ്പ് ആൻഡ് ഡൗൺ ആൻഡ് ഇങ്ങനെ ഒരു കടൽ പോലെയാണ് 28 ദിവസം കൊണ്ട്. അപ്പോൾ ആദ്യത്തെ 14 ദിവസം ഫോളിക്കുലർ ഫേസ്, നെക്സ്റ്റ് 14 ദിവസം ലൂട്ടിയൽ ഫേസ്. ഇവിടെ ഈസ്ട്രജൻ മുകളിലേക്ക് പോകുമ്പോൾ ഇപ്പുറത്ത് പ്രൊജസ്ട്രോൺ ഡൗൺ ആയിട്ട് നിൽക്കുന്നു. ഇവിടെ പ്രൊജസ്ട്രോൺ അപ്പ് ആവുമ്പോൾ ഈസ്ട്രജൻ ഡൗൺ ആവണം. ഭയങ്കര ഒരു ഇൻട്രിക്കറ്റ് ഡാൻസാണ് ഈ ബോഡി. ഇതിനെ കൊണ്ട് നടക്കാനുള്ള എഡ്യൂക്കേഷൻ നമുക്ക് ആരും തരുന്നില്ല. ആക്ച്വലി ബയോളജി ക്ലാസ്സിൽ നമ്മളെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണിത്, സ്കൂൾ മുതൽ. That's why I'm saying you asked what is required. Education is required. ആൻഡ് ഞാനിത് ജസ്റ്റ് അവയർനെസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ്. ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറ്റ് ഹാസ് ടു ബിക്കം എ മൂവ്മെന്റ് വെയർ മെൻ ആൻഡ് വിമൻ നോ ഹൗ എ ഫീമെയിൽ ബോഡി വർക്ക്സ് ആൻഡ് ഹൗ ഇറ്റ് ബിഹേവ്സ്. അത് 28 ദിവസം കൊണ്ട് എപ്പോഴും ഓരോ ദിവസവും ഡിഫറെൻ്റ് ആയിരിക്കും. ഡേ 1 അല്ല ഡേ 5, ഡേ 5 അല്ല ഡേ 10, ഡേ 10 അല്ല ഡേ 15, 15 അല്ല 25. എല്ലാ ദിവസവും ഈ സ്ത്രീ വേറൊരു സ്റ്റേറ്റിലാണ്, വേറൊരു സ്റ്റേജിലാണ് എനിവേ ഇൻ ലൈഫ്. പിന്നെയുള്ളത് സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മുടെ ഫാമിലിയും നമ്മുടെ ചുറ്റിനുള്ളവർ ഒരു കാര്യം ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ശീലം അതാണ്, ഇതാണ് താൻ എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഇത് എൻ്റെ ഭാര്യ എങ്ങനെയാണ്. പക്ഷേ ഇപ്പം അങ്ങനെയാണ്, ഒരു 10 വർഷം കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല എന്നുള്ളതും നമ്മൾ ആൾക്കാരെ പഠിപ്പിക്കണം. 40 വയസ്സാവുമ്പോൾ ഇവരുടെ സ്വഭാവം മാറും. ബയോളജിക്കൽ ചേഞ്ച്. അതെന്താ സ്വഭാവം മാറുന്നതെന്ന് ചോദിച്ചാൽ, ഹോർമോൺസ് മാറിയ ബോഡി മാത്രമല്ല മൈൻഡും മാറും. ബിക്കോസ് ന്യൂറോ കെമിസ്ട്രി മാറും. ഫീലിങ്സും ഈ സഹനവും ഈ ക്ഷമയും ഒക്കെ സ്വഭാവമല്ലേ നമ്മൾ പറയുന്നത്. പക്ഷെ അതിനെ ഗവേൺ ചെയ്യുന്നത് ബയോളജിയാണ്. അപ്പൊ ശരീരം മാറുമ്പോൾ മനസ്സും മാറും, സ്വഭാവം മാറും, പേഴ്സണാലിറ്റി മാറും.
അതുകൊണ്ട് ഞാൻ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത് വിമനോപോസിൽ വിമനെസെൻസ് എന്ന് പറയുന്ന ഒരു ടേം ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. ബിക്കോസ് ജസ്റ്റ് ഫോർ ആൻ അണ്ടർസ്റ്റാൻഡിങ്, ബിക്കോസ് അഡോളസെൻസ് പോലെയാണത്. അഡോളസെൻസ് എന്ന് പറഞ്ഞാൽ ടീനേജ്, കൗമാരപ്രായത്തിൽ നടക്കുന്ന ഒരു ചേഞ്ച് ഉണ്ട്. ഒരു കുട്ടിയിൽ നിന്നും ഒരു അഡൾട്ട് ആവുന്നതിൻ്റെ ഒരു ചേഞ്ച്. എന്നാൽ നിങ്ങൾ കുട്ടിയാണോ? അല്ല. അഡൾട്ടാണോ? അതും ആയിട്ടില്ല. അതേപോലത്തെ ഒരു സ്റ്റേജാണ് ഈ പറയുന്ന നിങ്ങൾ ഭാര്യ, അമ്മ, മകള്, ഗുഡ് ഗേൾ ആയിട്ട് ജീവിച്ച ഒരു 30-40 വർഷം. 40-നും 50-നും ഇടയിൽ ബൈ 50-55 ആണ് മെനോപോസ് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞാൽ യു ആർ നോട്ട് എ പ്രൊഡക്റ്റീവ് സ്ത്രീ. യു ആർ നോട്ട് ഇൻ ദാറ്റ് അമ്മ ഫേസ് എനിമോർ. യു ആർ എൻ ഇൻഡിപെൻഡൻറ്റ്. ഈ പറഞ്ഞ പോലെ ഒരു ഗോഡസ് ഫേസിലോട്ടാണ് പോകുന്നത്. പക്ഷെ അതിലോട്ടുള്ള ട്രാൻസിഷൻ ഉണ്ടല്ലോ, ഈ ഗുഡ് ഗേളിൽ നിന്നും ഈ പറഞ്ഞ ഗോഡസ് മോഡ്, അതിൻ്റെ ഇടയിലുള്ള ഒരു 10-15 വർഷമാണ് പെരിമെനോപോസ്. പേഴ്സണാലിറ്റി മാറുകയാണ് കംപ്ലീറ്റ്ലി. ഒരു പരിചയമില്ലാത്ത പോലത്തെ ഒരു ക്യാരക്ടറായി മാറുകയാണ്. ഇതാരും നമ്മളോട് പറയുന്നില്ല. ഇത് എല്ലാ സ്ത്രീക്കും സംഭവിക്കുന്നതാണ്. എല്ലാ സ്ത്രീക്കും 40 വയസ്സിന് ശേഷം നിങ്ങളുടെ കാഴ്ച കുറയുന്ന നിങ്ങളോട് ആരെങ്കിലും പറയാറുണ്ടോ? പക്ഷെ ജനറലി എല്ലാവർക്കും 40+ കാഴ്ച കുറയുന്നുള്ളത് നമ്മൾ ഹെൽത്ത് ചെക്കിന് പോയ ഡോക്ടേഴ്സ് പറയും. ഓപ്തമോളജിസ്റ്റിനെ കണ്ടോളൂ, ഒരു 0.25 എങ്കിലും പവർ മാറിയിട്ടുണ്ടാവും കണ്ണിൻ്റെ എന്നുള്ളത്. പക്ഷെ നമ്മളിപ്പോഴും എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? കാഴ്ച മങ്ങുന്നുണ്ടെങ്കിൽ അത് എന്തോ ഒരു എന്താ പറയാ, ഒരു നാണക്കേടാണ് അല്ലേ? എത്ര വയസ്സായി എന്നുള്ളൊരു വയസ്സാവുക എന്നുള്ളത് നാച്ചുറൽ അല്ലേ? വയസ്സാവണ്ടേ? അതാ ഞാൻ ചോദിക്കുന്നത്. വി ഹാവ് എ ഷെയിം ടുവേർഡ്സ് ഗ്രോയിങ് ഓൾഡർ, അതായത് ഏജിങ്. ഏജിങ് ഇസ് നാച്ചുറൽ. പക്ഷേ ഈ പറഞ്ഞ വീക്ക്നെസ് അല്ലെങ്കിൽ വാർദ്ധക്യം സെറ്റ് ആവേണ്ട ആവശ്യമില്ല. പക്ഷെ വയസ്സ് കൂടും, വയസ്സ് കൂടിയേ പറ്റൂ. അതിനെ നാച്ചുറൽ ആക്കണം. നമ്മൾ ഈ ഫൈറ്റിങ് ആൻറ്റി ഏജിങ്, നമ്മളൊരു ആൻറ്റി ഏജിങ്ങിലാണല്ലോ എല്ലാവരും ജീവിക്കുന്നത്. ആൻറ്റി ഏജിങ് അല്ല വേണ്ടത്, ഹെൽത്തി ലിവിങ് ആണ് വേണ്ടത്. നമ്മൾ ഹെൽത്തി ആണെങ്കിൽ ഏത് പ്രായത്തിലും നമ്മൾ 60 വയസ്സായ ഭയങ്കര റോബസ്റ്റ് ആയിട്ടുള്ള, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള, ഇഷ്ടം പോലെ ട്രെക്കിങ്ങും മൗണ്ടനിയറിങ്ങും ഒക്കെ ചെയ്യുന്നവരെ കാണാറുണ്ട്. അവർ ഹെൽത്തിൽ അത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇറ്റ്സ് അബൌട്ട് ബീങ് ഹെൽത്തി. ഹെൽത്തി ലോഞ്ചിവിറ്റിയാണ് നമുക്ക് വേണ്ടത്. സോ യു ഗ്രോ ഓൾഡർ. ഇപ്പം മമ്മൂക്കനെ കണ്ടാൽ വൈ ഈസ് ഹി ലുക്കിംഗ് സോ ഗുഡ് ആൻഡ് വൈ ഈസ് ഹി സോ ഇഫക്റ്റീവ്? എന്താ പ്രായം കൂടിയില്ലേ? ഡിസിപ്ലിൻ, സെൽഫ് കെയർ, സെൽഫ് ലവ്, ദി എബിലിറ്റി ടു ടേക്ക് കെയർ ഓഫ് ഹിംസെൽഫ്. ഒരുപക്ഷെ മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് മൂവീസ് അല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു തരംഗം. സോ ദാറ്റ് ഈസ് അബൌട്ട് ഏജിങ് വെൽ, ഹെൽത്തിലി. Okay, you will go through health crisis, you will go through, but you will recover faster because നിങ്ങളുടെ ഹെൽത്തിൽ നിങ്ങൾ അത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് വേണ്ട. അല്ലാണ്ട് ആൻറ്റി ഏജിങ് ആവാൻ വേണ്ടി കുറേ ബോട്ടോക്സും കുറേ ഫില്ലേഴ്സും, അതൊക്കെ ടോക്സിൻസ് ആണ് ബോഡിക്ക്. ബോഡി ഇനി അതും കൂടെ നേരിടണം. ഇനി ബോട്ടോക്സ് ഇസ് എ ബയോടോക്സിൻ. It's called Botox. It's a biotoxin. അതിനെപ്പറ്റി ഞാൻ ആദ്യം വായിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ ഇമാജിൻ ചെയ്യും. സോ എല്ലാത്തിനും ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ഞാൻ വളരെ വൈഡായിട്ട് പറഞ്ഞു പോയി. ബട്ട് ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് എ വൺ ക്വസ്റ്റ്യൻ, ഇറ്റ്സ് നോട്ട് എ വൺ വേർഡ് ആൻസർ. ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്ന അവയർനെസ് ക്രിയേറ്റ് ആവണം. അപ്പോൾ എന്ത് സംഭവിക്കും? സ്ത്രീകൾ കല്യാണം കഴിച്ച ഉടനെ അവരുടെ ഭർത്താക്കന്മാരെ വഷളാക്കി വെക്കില്ല. ദിസ് ഇസ് ദ പോയിന്റ് ഐ എം കമ്മിങ് ടു. ദാറ്റ് യൂഷ്വലി എന്താ നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കുന്നത്? നല്ലൊരു ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരു ഓൾറൗണ്ടറാണ്. ഇവർക്ക് മൾട്ടി ടാസ്കിങ് കപ്പാസിറ്റി ബ്രെയിനിനുള്ളത് കൊണ്ട് തന്നെ ഇവരെല്ലാം ചെയ്യും. ഭർത്താവിനെ കൊണ്ട് ഒന്നും തൊടിയിക്കില്ല. ഒരു ഹെൽപ്പ് ചോദിക്കാതിരിക്കുന്ന ഭാര്യയാണ് ഉത്തമ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പോരാഞ്ഞിട്ട് മോസ്റ്റ് വിമൻ കുട്ടികളും കൂടെ ആയിക്കഴിഞ്ഞാൽ അവരുടെ കുട്ടികളും അവരുടെ ഭർത്താവും എല്ലാം കൂടെ അവരുടെ കുട്ടികളാണ്, എല്ലാവരുടെയും അമ്മയാണ്. അവരെല്ലാവരും ഭരിച്ച, എല്ലാവരെയും നോക്കി. അതെ, മദറിങ് ദ ഹസ്ബൻഡ് സ്റ്റാർട്ട്സ്. മോസ്റ്റ് വിമൻ മദർ ദിയർ ഹസ്ബൻഡ്. അവസാനം പെരിമെനോപോസ് സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ഇട്ടാന്നോട്ട് ഇടുക. ബിക്കോസ് കുട്ടികൾ വളർന്നു പോയി, അവർക്കിനി മദറിങ് വേണ്ട. അവർ ടീനേജേഴ്സ് ആയി, അവർക്ക് ഇഷ്ടമല്ല മദർ ചെയ്യുന്നത്. അപ്പോൾ അവരും ഓക്കെയാണ്. പക്ഷെ ഭർത്താവ് ഇയാളെ ഇത്രയും കാലം ഒരു കുട്ടിയെ പോലെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒരു ദിവസത്തിൽ പറയാണ് നിങ്ങൾക്ക് എന്താ തന്നെ ചെയ്താലും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതെന്താ ഇപ്പം ഇങ്ങനെ? ഇതുവരെ എല്ലാം എടുത്തു കൊടുത്തിരുന്ന, വെളുമ്പി കൊടുത്ത് തുണികൾ കഴുകി മടുക്കി എടുത്തു കൊടുത്ത് എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഭാര്യ ഒരു ദിവസം ചോദിക്കുകയാണ്
അത് നിങ്ങൾക്ക് എടുത്താൽ എന്താ, നിങ്ങൾക്ക് അത് ചെയ്താൽ എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ ഇയാൾക്ക് അതൊരു ഷോക്കാണ്. എന്ന് വെച്ചാൽ എന്താ ഇപ്പൊ എന്നോട് ഇങ്ങനെ റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നത്. കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നല്ലോ. പക്ഷെ എന്താ പ്രോബ്ലം, തുടക്കം മുതല് ദുശ്ശീലങ്ങൾ പഠിപ്പിച്ചത് ആരാണോ അവർ ആ ദുശ്ശീലങ്ങൾ തുടക്കം മുതൽ പഠിപ്പിക്കാതിരുന്നാൽ മതി. ഒരു തുല്യ അഡൾട്ട് ടു അഡൾട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയാൽ ഈ സഡൻ ക്രാഷും മിഡ് ലൈഫ് ക്രൈസിസും സംഭവിക്കില്ല. അപ്പോൾ ദാറ്റ് റിക്വയർസ് അവയർനെസ് അഗൈൻ. ബിക്കോസ് സ്ത്രീകൾ എന്തായാലും മാറും. ബിക്കോസ് അവരുടെ ഉള്ളിലെ ഹോർമോൺസ് ബയോളജിക്കലി മാറും, അവരുടെ സ്വഭാവം മാറും. അന്ന് നിങ്ങൾ ഷോക്ക് ആവരുത്. അതേപോലെ 40 വയസ്സ് കഴിഞ്ഞാൽ പോയി കണ്ണ് ടെസ്റ്റ് ചെയ്യുക, കണ്ണട ആവശ്യമുണ്ടെങ്കിൽ കണ്ണട യൂസ് ചെയ്യുക. ഇതിപ്പോൾ പവറുള്ള ഗ്ലാസ് അല്ല ഇത്, പക്ഷെ എനിക്ക് പവർ ആവശ്യമുണ്ട്, എനിക്ക് വായിക്കണമെങ്കിൽ 0.25 എക്സ്ട്രാ വേണം. അപ്പോൾ +1.25 ആണ് റീഡിംഗ് ഗ്ലാസ്സസ്. I'm 45 and almost any human being over 40 or 45 requires glasses to read. ഇത് നോർമലാണ്, ആരും നമ്മളോട് പറയുന്നില്ല. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് നാച്ചുറൽ, ഇറ്റ്സ് പാർട്ട് ഓഫ് നേച്ചർ. അപ്പൊ നമ്മൾ പറയില്ലേ വലിയ കാര്യമായിട്ട്, എൻ്റെ അമ്മുമ്മ 80 വയസ്സ് വരെ കണ്ണട ഉപയോഗിക്കാതെ പേപ്പർ വായിക്കുമായിരുന്നു. ഇപ്പൊ അതാണ് നമ്മുടെ ഉത്തമ സ്റ്റാൻഡേർഡ്. ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഞാൻ വായിച്ചു, അതായത് ലെനയുടെ അമ്മയുടെ ജീവിതത്തിലുണ്ടായ ഒരു 40s ഒരു ഫേസാണ് ദറ്റ് ഷേപ്ഡ് യുവർ ലൈഫ് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ യു ആർ ഗോയിങ് ത്രൂ 40s. സോ ലുക്കിംഗ് ബാക്ക് അറ്റ് ഇറ്റ്, ഹൗ ഹാസ് ദാറ്റ് ഷേപ്ഡ് യുവർ ലൈഫ്? എൻ്റെ അമ്മ ഒരു ന്യൂക്ലിയർ ഫാമിലിയിലെ നെടുന്തൂണായിരുന്നു. ഞങ്ങൾ 4 പേരടങ്ങുന്ന ഒരു ഫാമിലിയാണ്. അച്ഛൻ, അമ്മ, ഞാൻ, എൻ്റെ അനിയത്തി. ഏകദേശം ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഏകദേശം ആ സമയത്താണ് എൻ്റെ അമ്മ പെരിമെനോപോസിൻ്റെ മൂർധന്യ അവസ്ഥയിൽ സഫർ ചെയ്യുന്നുണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ആർക്കും ഇത് അറിയില്ല, ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഇതിനെപ്പറ്റി. അതുവരെ അമ്മ മൾട്ടി ടാസ്കർ അറ്റ് ഹോം പ്ലസ് ബിസിനസ് നടത്തുന്നു, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി നടത്തുന്നു, സ്വന്തമായിട്ട് കട നടത്തുന്നു, ഓൾറൗണ്ടറാണ്. അമ്മ പെട്ടെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടി, ഇതൊക്കെ മതി എന്നൊക്കെ പറയുക, ഭയങ്കര കുക്കാണ്. പക്ഷെ ചെറുതായി ഒരു ദാലും ഇതിലൊക്കെ അങ്ങ് ഒപ്പിച്ച് പൊക്കോളണം എന്നുള്ള രീതിയിൽ നമ്മൾ കുഴപ്പമില്ല, നമ്മൾ അതും അഡ്ജസ്റ്റ് ചെയ്യുന്നു. പിന്നെ മൂഡ് സ്വിങ്സ്, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു, ഭയങ്കര മൂടിയാവുന്നു, ഒരു കാര്യമില്ലാതെ കരയുന്നു. അപ്പം നമുക്കൊരു കാര്യമില്ലാന്ന് തോന്നുമായിരിക്കും, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കരയുന്നു. ബേസിക്കലി വീട്ടിൽ നമുക്ക് പരിചയമില്ലാത്തൊരു വ്യക്തിയെ പോലെ ആയി മാറുന്നു. നമ്മളാരും അറിയുന്നില്ല, ആ സ്ത്രീക്ക് അവർ തന്നെ ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തിയായി മാറുകയാണ്. യു ആർ നോട്ട് ലൈക്ക് യുവർ സെൽഫ്. നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലൊരു ചേഞ്ചാണ് സംഭവിക്കുന്നത് പെരിമെനോപോസ്. പക്ഷെ അന്ന് എൻ്റെ അമ്മയ്ക്ക് ഇതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഇല്ല, അന്ന് ലോകത്തെ ഈ ഇൻഫർമേഷൻ ഇല്ല. ഈ പെരിമെനോപോസ് എന്നുള്ള വാക്ക് പോപ്പുലർ ആയത് 5 കൊല്ലം മുമ്പെങ്ങാനുമാണ് ഇൻ ദ വേൾഡ്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഫീമെയിൽ ഡോക്ടേഴ്സ്. അപ്പോൾ ആദ്യമേ എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ വിമൻ കയറിയത് ലേറ്റാണ്. അവർ ഡോക്ടേഴ്സ് ആവുകയും വളരെ ഹൈ ലെവൽ MD ലെവൽ ഡോക്ടേഴ്സ് ആവുകയും പിന്നീടാണ് കമ്മ്യൂണിറ്റിയിൽ സൊസൈറ്റിയിൽ സംഭവിച്ചത്. അവർ പെരിമെനോപോസൽ ആൻഡ് മെനോപോസൽ ഏജ് വരെ എത്തിയ ഡോക്ടേഴ്സ് അവരിത് നേരിട്ടപ്പോൾ അയ്യോ ഇതെന്താന്ന് ഡോക്ടേഴ്സ് തന്നെ ആലോചിച്ചു. അവർ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്സിലും എല്ലാത്തിലും നോക്കിയപ്പോൾ ഇതിനെപ്പറ്റി ഒന്നുമില്ല. ആദ്യമായിട്ട് അവർ ഈ കണ്ടീഷൻസിനെ പറ്റി റിസർച്ച് ചെയ്ത് തുടങ്ങി. എന്നിട്ട് അവർ തന്ന ഫൈൻഡിങ്സ് ആണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് നോട്ട് ദെയർ ഇൻ ദ ഇൻഡസ്ട്രി. ഇതിൽ യാതൊരു ഗൂഢാലോചനയും ഇല്ല. പുരുഷന്മാർ സ്ത്രീകളെ അടിച്ചമർത്താൻ ഒന്നും ശ്രമിച്ചിട്ടില്ല. പുരുഷന്മാർക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനൊരു സിസ്റ്റം, ഇങ്ങനൊരു പ്രശ്നത്തിനെ പറ്റി. സ്ത്രീകൾ പറഞ്ഞാലല്ലേ പുരുഷന്മാരെ അറിയുള്ളൂ. അപ്പോൾ ഇതുവരെ എഴുതിയ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്സ് പുരുഷന്മാരെ എഴുതിയത്, മെയിൽ ഡോക്ടേഴ്സ്. അവരെന്തിനിങ്ങനെ ഒരു പ്രശ്നത്തിനെ പറ്റി എഴുതണം? അവർക്ക് എങ്ങനെ അറിയാം ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന്? സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് സോ ന്യൂ ഇൻ ദ ഇൻഡസ്ട്രി. So my mother had no information about this whole topic. എന്നാൽ വളരെ മോഡേൺ ലൈഫ് ജീവിക്കുന്ന ആൾക്കാരായിട്ട് പോലും, എസ്പെഷ്യലി മോഡേൺ ലൈഫാണ് ഇതിന് പ്രശ്നം. നമ്മൾ കുറച്ച് ഒരു എന്താ പറയുക, ഒരു കൂട്ടുകുടുംബത്തിലൊക്കെ ആണെങ്കിൽ യു ആർ ലിവിങ് വിത്ത് ഓൾഡർ പീപ്പിൾ, ദേ വിൽ ടെൽ യു ഇങ്ങനെയൊക്കെയാണ് എന്താ വേണ്ടേ. പിന്നെ വേറെ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവും. ന്യൂക്ലിയർ ഫാമിലിയിൽ ആ സപ്പോർട്ട് സിസ്റ്റം ഇല്ല. നിങ്ങളാണ് എല്ലാത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്. എസ്പെഷ്യലി ആ വീട്ടിലെ അമ്മ യൂഷ്വലി എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ഓടി നടക്കുന്നത് അമ്മയാണ്. അത് കൊളാപ്സ് ആവും ആ സിസ്റ്റം പെട്ടെന്ന്, ബിക്കോസ് ബയോളജിക്കലി വയ്യ. അപ്പോൾ സഫർ ചെയ്യുന്നത് ഹസ്ബൻഡും ഈ കുട്ടികളും. അവർക്ക് ഒന്നും ചെയ്യാൻ അറിയില്ല. അതുവരെ അമ്മയാണ് ഫുൾ ഷോ റൺ ചെയ്തിരുന്നത്. പെട്ടെന്ന് അമ്മയ്ക്ക് വയ്യെങ്കിൽ ആർക്കും വീട്ടിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു ക്രൈസിസ്
വീട്ടിൽ സംഭവിക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും ഇത് സംഭവിക്കുന്നുണ്ട്. ആരും ഇതിനെ പറ്റി സംസാരിക്കില്ല. ബിക്കോസ് അയ്യോ അത് ഷെയിംഫുൾ ആണ്, നമ്മൾ നമ്മുടെ അമ്മയെ തന്നെ തള്ളി പറയുകയാണെന്നൊക്കെയാണ് ആൾക്കാർ വിചാരിക്കുന്നത്. നമ്മൾ തള്ളി പറയല്ല, ഇതൊരു വാസ്തവമാണ്. എല്ലാ വീട്ടിലും ഒരു 40+ ആയിട്ടുള്ള ലേഡീസ് ഗോയിങ് ത്രൂ ടൂ മച്ച് സ്ട്രെസ്, എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ. ബോഡിയുടെ ഉള്ളിൽ നടക്കുന്ന സ്ട്രെസ് ഉണ്ട്, ഹോർമോണൽ സ്ട്രെസ് ആൻഡ് ബയോളജിക്കൽ സ്ട്രെസ്, മെറ്റബോളിക് സ്ട്രെസ്. അപ്പോൾ ഇതെല്ലാം നോർമലാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞാലുണ്ടല്ലോ എല്ലാവർക്കും ഒന്നൊരു ദീർഘനിശ്വാസം വിടാം. ഓ അതെയല്ലേ, നൗ ലെറ്റ്സ് റിലാക്സ്, ഇനി നമുക്കിത് സംസാരിക്കാം. എങ്ങനെ നമുക്ക് 40 വയസ്സായ സ്ത്രീകൾ, 40ക്ക് മുകളിലുള്ള സ്ത്രീകളെ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അതിനാദ്യം സ്ത്രീകൾ പറയണം, ഇത് ദേ ഹാവ് ടു സ്റ്റഡി. സ്ത്രീകൾ നിർബന്ധമായിട്ടും അവരുടെ ബോഡിയെക്കുറിച്ചും, ഇപ്പോൾ മോഡേൺ ഇൻഫർമേഷൻ ഇഷ്ടം പോലെയുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്, യൂട്യൂബിലുണ്ട്. പഠിക്കുക, ബുക്സ് വായിക്കുക, ഇതിനെപ്പറ്റി അറിവ് ശേഖരിക്കുക, ലൈഫ് സ്റ്റൈൽ മാറ്റുക, ഉറക്കം പ്രാധാന്യമാക്കുക, ഉറക്കത്തിന് പ്രാധാന്യം കൊടുക്കുക, ഭക്ഷണം കറക്റ്റാക്കുക, കമ്മ്യൂണിറ്റി, സ്ത്രീകളുടെ ഒരു കമ്മ്യൂണിറ്റി വേണം സ്ത്രീകൾക്ക് ടു ബി ഏബിൾ ടു ഡിസ്കസ് തിങ്സ്. അതുപോലെ വീട്ടിൽ ഹസ്ബൻഡിനോടും കുട്ടികളോടും വേണ്ട സപ്പോർട്ട് ആവശ്യപ്പെടുക. റിലേഷൻഷിപ്സിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക, ദാറ്റ് ഐ എം ഗോയിങ് ത്രൂ ദിസ്. ഉടനെ എല്ലാവരും നിങ്ങളോട് സിമ്പത്തറ്റിക്കും മാത്രമല്ല, നിങ്ങളെ സഹായിക്കാൻ റെഡിയാവും. ഹസ്ബൻഡ് ആയാലും കുട്ടികളായാലും ഓക്കെ, വാട്ട് ക്യാൻ വി ഡു ടു ഹെൽപ്പ് യു. പക്ഷേ നമ്മൾ ഷെയിമിലാണ് ഇരിക്കുന്നെങ്കിൽ, ഇപ്പോൾ കണ്ണു കാണാൻ വയ്യാത്ത ഒരാൾ എനിക്ക് വായിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന പോലെയാവും. എനിക്ക് വയ്യ, പക്ഷെ അത് പറയണതിന് പകരം എനിക്ക് വായിക്കണ്ട എന്ന് പറയുന്ന പോലെയാണ്. എനിക്ക് വയ്യ എന്ന് പറയുന്നതിന് പകരം ഇപ്പോൾ വേണ്ട, അതൊന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അമ്മ. അപ്പോൾ കുട്ടികൾ വിചാരിക്കുന്ന അമ്മ വെറുതെ ഹോസ്റ്റൈലാവുകയാണ്. അമ്മ പറയാണ്, അത് വയ്യ മോനെ, ഇപ്പോൾ ഈ പലഹാരമൊക്കെ ഉണ്ടാക്കി തരാനുള്ള ആരോഗ്യമില്ല എന്ന് പറഞ്ഞാൽ, ഓ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചാൽ ആ കുട്ടികൾ സഹായിക്കാൻ റെഡി ആയിരിക്കും, പക്ഷെ അത് ആവശ്യപ്പെടണം. സോ ഐ എം സെയിങ് ദ ഡൈനാമിക്സ് ഹാവ് ടു ചേഞ്ച്. അവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, അതായത് ഇപ്പോൾ ഈ ഐ എം ഓൾസോ ഡിസ്കവറിങ് ദിസ്, സോ ഐ മൈറ്റ് ആസ്ക് ബ്ലണ്ടേഴ്സ് ബട്ട് മേക്ക് മീ അണ്ടർസ്റ്റാൻഡ്. സോ ദ തിങ് ഇസ്, ഇപ്പോൾ ഈ സ്ത്രീയുടെ സഹനശക്തി അല്ലെങ്കിൽ ഈ ക്ഷമാശീലം, ദാറ്റ്സ് ബിക്കോസ് ഓഫ് ഹോർമോൺസ് ആൻഡ് എവറിത്തിങ്. ഇതിനെ ബേസ് ചെയ്ത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ജെൻഡർ റോൾസ് ആൻഡ് സിസ്റ്റം നമ്മുടെ സൊസൈറ്റിയിലുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു സ്ത്രീ ചെന്നിട്ട് ഭർത്താവിൻ്റെ അടുത്ത് പറയുകയാണ് എനിക്കിത് പറ്റില്ല എന്ന് പറയുമ്പോൾ, ആസ് എ മാൻ വാട്ട് ഷുഡ് ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് വാട്ട് ഷുഡ് ഐ ബി അവെയർ അബൌട്ട്? ബിക്കോസ് മെനി ടൈംസ് വി ക്യാൻ സീ ദാറ്റ് ഓഹോ നിനക്കത് പറ്റില്ലേ എന്ന് പറഞ്ഞ് സ്ത്രീയെ തന്നെ തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു പ്രവണത വരാം ആണുങ്ങളുടെ കയ്യിൽ നിന്ന്. സോ ഫ്രം എ മാൻസ് പെർസ്പെക്റ്റീവ്, what do you think that I should learn and I should adapt to? എനിക്ക് തോന്നുന്നത് the book Womenopause is for men എന്നാണ് പറയേണ്ടത്. Okay. And then they can tell their women. എന്താ പ്രശ്നം എന്നറിയോ, പെരിമെനോപോസിന്റെ ഒരു സിംറ്റം ആണ് ബ്രെയിൻ ഫോഗ്, മറവി, കൺഫ്യൂഷൻ. Okay. അതിൻ്റെ കൂടെ ആകെ ഒരു കെയോസ്, ഉറക്കമില്ലായ്മ, ഉറക്കാൻ പറ്റുന്നില്ല, അപ്പോൾ ക്ലാരിറ്റി ഇല്ല. അതെ. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ ക്ലാരിറ്റി ഉള്ള വ്യക്തിയോട് എനിക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് പറയേണ്ടത്? അതോ ക്ലാരിറ്റി ഉള്ള വ്യക്തി ഇത് കണ്ടിട്ട് നിനക്ക് നല്ല സുഖമില്ലേ, നിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണോ, ഒരു ഫുൾ ബ്ലഡ് പ്രൊഫൈൽ എടുക്കണോ, ഒരു ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടറെ കാണണോ എന്ന് ചോദിക്കേണ്ടത്, ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത് തന്നെ ഒരു ഹസ്ബൻഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. ദാറ്റ് ദ വുമൺ വിൽ നോട്ട് ഹാവ് ദ ക്ലാരിറ്റി ഓർ ദി എന്താ പറയുക, ദ അണ്ടർസ്റ്റാൻഡിങ്, സെൽഫ് തിരിച്ചറിവ് ഉണ്ടാവില്ല ദാറ്റ് എനിക്കിങ്ങനെ ഒരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ വന്നിട്ട് എനിക്കിതിന് ചെയ്യാൻ വയ്യ എന്ന് പറയാൻ പോലെയുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അവരങ്ങ് കൊളാപ്സ് ആവുകയാണ്. നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും ടയേർഡാണ്, അല്ലെങ്കിൽ എപ്പോഴും കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു പുരുഷന് ദേഷ്യം വരികയാണ്, എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞുതരാൻ വയ്യ. ബ്രെയിൻ ഫോഗും ക്ഷീണവും ഫറ്റീഗും ബോഡി കൊളാപ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ അവിടെ എൻ്റെ അഡ്വൈസ് വിൽ ബി ദാറ്റ് പുരുഷന്മാരിത് നോക്കിയും കണ്ടും 40+ ആണ് കൂടെയുള്ള, ഇപ്പോൾ അമ്മയാണെങ്കിലും സിസ്റ്റർ ആണെങ്കിലും മദർ ആണെങ്കിലും കണ്ടറിഞ്ഞിട്ട് ഓ അതായിരിക്കും, മറ്റേ പെരിമെനോപോസ് ആയിരിക്കും, ലെറ്റ്സ് ടേക്ക് ഹർ ടു എ ഡോക്ടർ, നമുക്കൊരു ഫുൾ ഹെൽത്ത് ചെക്കിന് പോവാം എന്ന് പറയാം. ഒരു ഫുൾ ബ്ലഡ് പ്രൊഫൈൽ എടുത്താൽ ഓട്ടോമാറ്റിക്കലി അറിയാൻ പറ്റും. ഹോർമോൺ ലെവൽസ് ചെക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിറ്റ്വീൻ ഡേയ്സ് 19 and 21 or something only you can get ഹോർമോൺസിൻ്റെ ലെവൽ. പക്ഷേ ജനറൽ ബ്ലഡ് മാർക്കേഴ്സ് എടുത്താൽ മിക്കവരും അയേൺ ഡെഫിഷ്യൻ്റ് ആണ് ഇൻ ദ ഫോം ഓഫ് ഫെറിറ്റിൻ. ഫെറിറ്റിൻ ടെസ്റ്റ് വളരെ കുറച്ച് ഡോക്ടേഴ്സേ എടുക്കാൻ പറയുള്ളൂ. അപ്പോൾ ഐ ഗോ ടു എ ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടർ. Functional medicine is very different from mainstream medicine. Functional medicine is not disease prevention. Because perimenopause ഒരു ഡിസീസ് അല്ല,
ഓക്കെ. ഒരു അസുഖമല്ല. അസുഖമല്ല. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിന് വേണ്ട മെറ്റബോളിക് റീസെറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് ഫങ്ഷണൽ മെഡിസിൻ ക്ലിനിക്സ് ആണ്. സോ ഐഡിയലി നമ്മളൊരു ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടറെ കണ്ടിട്ട് ഈ ടെസ്റ്റ്സ് എടുത്തു കഴിഞ്ഞാൽ യൂഷ്വലി മെഗ്നീഷ്യം ഡെഫിഷ്യൻ്റ് ആണ്, വിറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണ്. എന്നാൽ വിറ്റമിൻ ഡി മാത്രം എടുത്താൽ പോരാ, അതിൻ്റെ കൂടെ K2 വേണം, അല്ലെങ്കിൽ അബ്സോർപ്ഷൻ ഉണ്ടാവില്ല. അതിൻ്റെ കൂടെ ഫാറ്റ്സ് വേണം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരാൻ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു പോർട്ടൽ വേണം. ഐ എം ഹോപ്പിംഗ് ടു സ്റ്റാർട്ട് എ പോർട്ടൽ ലൈക്ക് ദാറ്റ് സം ഡേ, which is an online portal where you get all this information and what you need at one step. പക്ഷെ ഇപ്പം അതില്ലാത്തതുകൊണ്ട് പ്ലീസ് ഗോ ടു എ ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടർ, ടേക്ക് എ ടെസ്റ്റ് ആൻഡ് സി. ഉറപ്പായിട്ടും ഒന്നല്ലെങ്കിൽ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവും, അല്ലെങ്കിൽ അയൺ, ഫെറിറ്റിൻ ലെവൽസ്. എൻ്റെ ഫെറിറ്റിൻ ലെവലൊക്കെ 6 ആയിരുന്നു when I went to my doctor. നോർമൽ ലെവൽ? The normal level should be minimum 100. പക്ഷെ നോട്ട് സൂപ്പർ ഡെഫിഷ്യൻറ്റ്, ഫറ്റീഗ്. പക്ഷെ ദാറ്റ് ഈസ് 100 is what ഡോക്ടേഴ്സ് ആർ നൗ സെയിങ്. മുമ്പ് പറയുന്ന ഒരു 11-12 ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്നാണ് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഇനഫ്. യു ഡോണ്ട് ഫീൽ ഹെൽത്തി ഇനഫ്. സോ നൗ ദ ലെവൽസ് ഹാവ് ബീങ് റീകാലിബ്രേറ്റഡ് ഇൻ മെഡിസിൻ ഇറ്റ് സെൽഫ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുന്ന ഗോ ടു എ ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടർ. ദേ ഹാവ് ദി ആൻസേഴ്സ് ബിക്കോസ് ദേ ലിറ്ററലി ബ്രോട്ട് മീ ബാക്ക് ടു ലൈഫ്. So yeah, that's the answer, that men should not wait for women to ask for the help because they don't even know that they need to ask for help. Okay. So I suggest men become more informed about this because അവരുടെ ലൈഫിലെ സ്ത്രീകളുടെ ആരോഗ്യം അവരുടെ ലൈഫിലെ ആണുങ്ങളുടെ ലൈഫിനെ എല്ലാ രീതിയിലും ബാധിക്കുന്നുണ്ട്. ഒന്നും നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല നിങ്ങളുടെ ലൈഫിലെ സ്ത്രീകൾക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ. സെക്കൻഡ്, നിങ്ങൾക്ക് ഹെൽത്തി റിലേഷൻഷിപ്സ് ഉണ്ടാവില്ല. ആൻഡ് തേർഡ്, ഇറ്റ്സ് ആൻ അൺനെസസറി ഫേസ് ഓഫ് ഡിസ്റെസ്റ്റ്. ബിക്കോസ് അത് കഴിയുമ്പോൾ ഈ സ്ത്രീ വീണ്ടും വളരെ രസകരമായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തും. പക്ഷെ ആ ഇടയിലുള്ള ഒരു ലോങ് കാലഘട്ടമാണ്. യെസ്, ഐ വുഡ് സജസ്റ്റ് മെൻ സ്റ്റാർട്ട് റീഡിങ് അബൌട്ട് ദിസ്, വാച്ചിങ് പോഡ്കാസ്റ്റ്, പുട്ട് സം ഇൻട്രസ്റ്റ് ഇൻ ടു അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഇസ് പെരിമെനോപോസ്. അതിന് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ദയവ് ചെയ്ത് ആമസോണിൽ പോയിട്ട് അത് പ്രീ ഓർഡർ ചെയ്യൂ. ദിസ് ഇസ് ഡെഫിനറ്റ്ലി ഇപ്പോൾ എനിക്ക് ഐ എം ട്രൈങ് ടു ഡിസ്കവർ, ഐ എം ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ്. ഐ എം നോട്ട് എ സബ്ജക്ട് എക്സ്പെർട്ട്. എനിക്ക് ഇതിനെപ്പറ്റി കാര്യമായിട്ടുള്ള യാതൊരു അറിവില്ല. ഐ ഡെഫിനറ്റ്ലി ബൈ ആൻഡ് ഐ hope to have an author's copy. Yes, definitely. I will do that. കാരണം I am trying to discover. ഇതിന് ശേഷം എന്തായാലും തീർച്ചയായിട്ടും ഞാൻ ഇതിനെപ്പറ്റി വായിക്കും. I will try to understand everything. Now coming to that, going ഇപ്പോൾ ഓട്ടോബയോഗ്രഫി ഓഫ് എ ഗോഡ് എന്ന് പറയുമ്പോൾ എനിക്ക് അത് കൂടുതൽ ഒരു സ്പിരിച്വൽ ജേർണിയാണ്. while this is a very biological oriented സാധനം. So two things are very different. Being spiritual and writing something thoroughly related to your biology is different. So what is that shift? For me there is no shift because it is all things I am experiencing that I am writing about. അപ്പോൾ ഞാനൊരു 20 വർഷത്തെ സ്പിരിച്വൽ ജേർണിയുടെ ഞാൻ സ്പിരിച്വാലിറ്റിയുടെ ഒരു സ്പേസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിയൽ ക്ലാരിറ്റിയിലേക്ക് എത്തിയപ്പോൾ ഐ സെഡ് okay, now I can write a book about this so that it helps people who are on the spiritual journey because it's a very chaotic world. Spiritual journey is ഏത് വഴിക്കും പോവാം, കൺഫ്യൂഷനാണ് എവിടെ തുടങ്ങേണ്ടത് എന്താണ്. സോ ഐ വോണ്ടഡ് ഇറ്റ് ടു ബി വെരി പ്രാക്ടിക്കൽ ആൻഡ് ലോജിക്കൽ. കുറേ മംബോ ജംബോ പറയുന്നതിന് പകരം 5 പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ടു സെൽഫ് റിയലൈസേഷൻ എന്നാണ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ്. വാട്ട്, ഹൂ, വെൻ, വെർ, വൈ, ആം ഐ. ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ വേണം, എല്ലാവർക്കും വേണ്ടതാണ്. ബിക്കോസ് എല്ലാവരും അവരെ കുറിച്ച് അറിയേണ്ടതാണ്. സോ അത് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഇപ്പോൾ പെൻഗ്വിന് ഇറ്റ്സ് ഇൻ 8th എഡിഷൻ ഓഫ് പ്രിന്റ് ആൻഡ് DC ബുക്സ് മലയാളം ട്രാൻസ്ലേഷൻ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ആത്മകഥ എന്ന പേരിൽ 15th എഡിഷനിലാണ്. സോ ദാറ്റ് റിയലി വർക്ക് ബിക്കോസ് പീപ്പിൾ ഗോട്ട് ഇറ്റ് ആൻഡ് ദേ സെഡ് സോ മെനി. എനിക്ക് വരുന്ന റെസ്പോൺസസ് അത്ര അധികമാണ്. താങ്ക് യു ഫോർ റൈറ്റിംഗ് ദിസ് ബുക്ക്, ഇറ്റ്സ് ബീൻ ലൈഫ് ചേഞ്ചിങ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ അതേപോലെയുള്ള ഒരു മേഖലയാണ് ഇപ്പോൾ. എനിക്ക് സ്പിരിച്വാലിറ്റിയും മെറ്റീരിയലും രണ്ടല്ല, സെപ്പറേറ്റബിൾ അല്ല. ഈ തിരിച്ചറിവ്, അവയർനെസ്, അത് തന്നെയാണ് വേണ്ടത്. അതേ സംഭവമാണ് ഞാൻ പറഞ്ഞത് ശരീരത്തിനെ കുറിച്ചും. തിരിച്ചറിവ്, അവയർനെസ് വേണം. അല്ലാതെ നമുക്കിവിടെ എങ്ങനെ ജീവിക്കണം ഈ എർത്ത് സൂട്ടിൻ്റെ ഉള്ളിൽ എന്ന് അറിയില്ല. സോ അതിൻ്റെ മാനുവലാണ് വിമെനോപോസ്. ബിക്കോസ് നമുക്ക് അതിലുള്ള അവയർനെസ്സും സെയിം തിങ് അബൌട്ട് സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സെൽഫ്, അതേപോലെ ബയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സെൽഫ്. ഇതില്ലെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് ജീവിച്ചു പോകാൻ പറ്റില്ല. കൺഫ്യൂഷൻസും വെച്ച് തട്ടിയും തടഞ്ഞും എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുന്നതിന് പകരം ആ ക്ലാരിറ്റിയിൽ ജീവിച്ചു പോകുന്നതിൻ്റെ ഒരു സുഖം ഭയങ്കരമാണ്. ഇറ്റ് ഈസ് ദ ഹോൾ ഡിഫറൻസ്.
So I just hope to spread as much awareness as is possible. So coming to that mental health perspective, that you have gone through quite a journey. Yes. കാരണം അതിനെപ്പറ്റി ഓപ്പൺലി സംസാരിക്കാനും മാം മടിച്ചിട്ടില്ല. ഓപ്പൺലി സംസാരിച്ചിട്ടുണ്ട്, കടന്നുപോയ എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സോ അഗെയിൻ, മോസ്റ്റ് പേഴ്സണൽ ഇസ് മോസ്റ്റ് ക്രിയേറ്റീവ് ആൻഡ് മോസ്റ്റ് ഇൻസൈറ്റ്ഫുൾ എന്ന് പറഞ്ഞ പോലെ ഐ ഹാവ് ഗോൺ ത്രൂ എ മെന്റൽ ഹെൽത്ത് ജേർണി. ഐ ബീൻ അണ്ടർ മെഡിക്കേഷൻ. അപ്പോൾ ഇറ്റ് റിയലി ഹെൽപ്പ് മീ ടു ഗെറ്റ് the clarity. And the moment I got the confidence to stop medication, it felt like a win. A proper win. Yes. But I won't discard the medication journey. Was required. Correct. Exactly. So your perspective of how society is dealing mental health these days? ഒരു സമയത്ത് people were so skeptical about going to a psychiatrist. Okay. പോയില്ല, ഭയങ്കര നാണക്കേടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഷേമാണ്. ഇപ്പോൾ അത് ഓവർ ദ ഇയേഴ്സ്, അറൌണ്ട് 20 years, ബിക്കോസ് ഐ സ്റ്റഡീഡ് ക്ലിനിക്കൽ സൈക്കോളജി, ഡിഗ്രി ലെവലിലും പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലും. ആ സമയത്ത് നമ്മൾ ക്ലാസ്സിലൊക്കെ നമ്മളോട് പറയുന്നത് ആൾക്കാർ മടിക്കാറുണ്ട്, ആൾക്കാർ സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് പോവില്ല. സോ ദാറ്റ് വാസ് 20 years ago, more than 20 years ago. So now in that 20 years I have seen that change. ഇപ്പം എല്ലാവർക്കും സൈക്കാട്രിസ്റ്റിൻ്റെയും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, വലിയ അഭിമാന കാര്യമാണ് ഇപ്പോൾ പറയാൻ. എനിക്ക് ഡിപ്രഷനുണ്ട്, ഞാനതിന് മരുന്ന് വയ്ക്കുന്നുണ്ട്, എനിക്ക് ആങ്സൈറ്റി ഉണ്ട്, പാനിക് അറ്റാക്ക് ആണ്, ഇങ്ങനെ കുറെ വാക്കുകൾ ഇങ്ങോട്ടും അങ്ങോട്ടും എടുത്ത് ജാർഗൺ പോലെ യൂസ് ചെയ്യുകയും എത്ര സൈക്കാട്രിക് മെഡിസിൻസും എടുക്കാൻ റെഡിയാണ് ഇപ്പോൾ ആൾക്കാർ. People are running to psychologists and psychiatrists for every little thing. It's become fashionable almost. But is it healthy? സി, നിങ്ങൾ പോയിട്ട് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഓക്കെ, അപ്പോൾ അവർക്ക് അവരെ പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു സെറ്റ് ഓഫ് ഇൻഫർമേഷന് അവരുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരും. എല്ലാവരുടെയും പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങളൊക്കെ മാനസികം മാത്രമല്ല ശാരീരികവുമാണ്. ഹാഫ് ഓഫ് യുവർ മെൻ്റൽ ഇൽനെസ്സസ് ആർ കോസ്ഡ് ബൈ ഗട്ട് ഇഷ്യൂസ്. സോ നമ്മുടെ രീതിയിൽ പോവുകയാണ്. ഇപ്പോൾ ആയുർവേദം എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങളൊരു പ്രോബ്ലം ആയിട്ട് പോയാൽ ആദ്യം നിങ്ങളോട് പറയുക വയറിളക്കാനാണ്. എന്തിനാണ്? ആ ഗട്ട് മൈക്രോബയോം ക്ലീൻ ആയാലേ നിങ്ങളുടെ ബ്രെയിൻ വരെ നോർമലായിട്ട് വർക്ക് ചെയ്യുള്ളൂ. വെറസ് മോഡേൺ മെഡിസിൻ, അതായത് വെസ്റ്റേൺ മെഡിസിൻ ഡസ് നോട്ട് ലുക്ക് അറ്റ് ലൈഫ് ദാറ്റ് വേ. ഒരു പ്രശ്നം പറഞ്ഞാൽ ആ സിംറ്റമാണ് നിങ്ങൾ പറയുന്നത്, ആ സിംറ്റമിനുള്ള മെഡിസിനാണ് തരുന്നത്. പ്രശ്നത്തിൻ്റെ റൂട്ട് കോസിലേക്ക് പോവാറില്ല വെസ്റ്റേൺ മെഡിസിൻ. They look at what is the problem here. തലവേദനയുണ്ടോ, ഇതാ തലവേദനയ്ക്കുള്ള ഗുളിക. എന്തുകൊണ്ടാണ് തലവേദനയുള്ള? അത് ഞാൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ കഴിക്കാൻ പറഞ്ഞോ, എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറഞ്ഞോ? ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ഇപ്പോൾ തലവേദനയുള്ളത്. സപ്പോസ് ഉച്ച കഴിഞ്ഞപ്പോൾ തലവേദനയുണ്ട്, ഇമ്മീഡിയറ്റ്ലി ഒരു തലവേദനയ്ക്കുള്ള ഗുളിക കൊടുക്കൂ. അതിന് പകരം എന്താ ചെയ്യേണ്ടത്? രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല, അപ്പോൾ ഭക്ഷണമല്ലേ കഴിക്കേണ്ടത്. ആ തലവേദനയ്ക്കുള്ള ഗുളിക എന്താ ചെയ്യുന്നത്? പെയിൻ കില്ലറാണ്. പെയിൻ ഇസ് എ ഫീഡ്ബാക്ക്. ബോഡി നമുക്ക് തരുന്ന ഫീഡ്ബാക്ക് ആണ്, എന്തോ പ്രശ്നമുണ്ടെന്നുള്ള സിഗ്നലാണ്. അലാം അടിക്കുന്ന പോലെ. അലാമിനെ ഓഫ് ചെയ്യല്ല വേണ്ടത്, ആ അലാം എന്തിനാ അടിക്കുന്നതെന്നല്ല അറിയേണ്ടത്. ഒരു തീപിടുത്തം ഉണ്ടായി, അലാം അടിക്കുന്നു, ആ അലാം ഓഫ് ചെയ്യേ എന്നാണോ പറയേണ്ടത്? ആ തീപിടുത്തം എവിടെ ഉണ്ടായി എന്നുള്ളതിൻ്റെ അലാമാണ്, അവിടെ പോയി തീ കെടുത്തല്ലേ വേണ്ടത്. സോ ദിസ് ഈസ് ദ പ്രോബ്ലം വിത്ത് ദാറ്റ് ക്വിക്ക് ഫിക്സ് മെത്തേഡ് ഓഫ് വെസ്റ്റേൺ മെഡിസിൻ. ഇറ്റ് ഈസ് ഇഫക്റ്റീവ് ഇൻ എ ലോട്ട് ഓഫ് തിങ്സ്. ഇപ്പോൾ സ്കെസോഫ്രേനിയ ഓർ സം വെരി ഡെബിലിറ്റേറ്റിംഗ് ഇഷ്യൂ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇമ്മീഡിയറ്റ് അക്യൂട്ട് പ്രോബ്ലം, യു നീഡ് എ സർജറി, യു ഹാവ് ബ്രോക്കൺ ബോൺസ്, നിങ്ങൾക്കൊരു MRI സ്കാൻ വേണം, നിങ്ങൾക്കൊരു എന്താ പറയുക വളരെ ഡീറ്റെയിൽഡ് ഒരു ടെസ്റ്റ്, ബോഡി ടെസ്റ്റ് വേണോ? വെസ്റ്റേൺ മെഡിസിൻ ഇസ് ബ്രില്യൻറ്റ് ഫോർ ദാറ്റ്. ബട്ട് യു ഹാവ് എ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ. വെസ്റ്റേൺ മെഡിസിൻ ഇസ് നോട്ട് ദ സൊല്യൂഷൻ. ഇറ്റ് ഈസ് ഗോയിങ് ടു ഓൺലി സോൾവ് യുവർ സിംറ്റംസ്. യു വോണ്ട് ടു ഗോ ഡീപ്പ് ടു ദ ഇഷ്യൂ. എവിടെയാണ് ഇതിൻ്റെ പ്രശ്നം? ആൻഡ് പലപ്പോഴും ദ പ്രശ്നം ഇസ് ഇൻ ദ ബോഡി. അതിൻ്റെ ഇഫക്റ്റാണ് മൈൻഡ് ബിഹേവിയറിലൂടെ കാണിക്കുന്നത്. അപ്പോൾ യു ഡോണ്ട് നീഡ് ടു ഡയറക്ട്ലി ഗോ ആൻഡ് ട്രീറ്റ് ദ മൈൻഡ്. ഫസ്റ്റ് യു ഹാവ് ടു ഓൾവേസ് അപ്രോച്ച് ഇറ്റ് ത്രൂ ദ ബോഡി എന്നാണ് എൻ്റെ അഭിപ്രായം. If you change the gut microbiome by cleansing, you change your diet to a very healthy diet, and then you see whether your mental symptoms are still continuing. You get enough sleep, you get enough sunlight, you get enough good food, and then see whether your medical symptoms and your mental symptoms still continue. എന്നിട്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ then go and see a psychologist or a psychiatrist. So just for കാരണം
നമ്മളിപ്പോൾ ഓൺലൈനിലുള്ള എല്ലാം പെട്ടെന്ന് തെറ്റിദ്ധരിക്കപ്പെടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഫോർ എ ക്ലാരിഫിക്കേഷൻ ദാറ്റ് ഐ എം ആസ്കിങ്. ഇപ്പോൾ പലപ്പോഴും ഇത് മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത് തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നതൊക്കെ ഫാഷനബിൾ ആണെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞുകൊണ്ട് ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് ടു ബി മിസ്ഇൻറ്റർപ്രറ്റഡ്. ഐ ജസ്റ്റ് വാണ്ട് ഇറ്റ് ടു ബി വെരി ക്ലിയർ ദാറ്റ് യു ആർ നോട്ട് ഡിസ്കാർഡ്, ബിക്കോസ് ചിലർക്ക് ഹെൽപ്പ് എടുക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുള്ളവരുണ്ടല്ലോ. എല്ലാവരും ഉള്ള ഒരു സ്ട്രാറ്റജിയിലേക്കാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, സോഷ്യൽ മീഡിയ ഇസ് അവൈലബിൾ ടു എവ്രിബഡി. എല്ലാവരുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്. അതെ. അപ്പം നമ്മൾ എപ്പോഴും 100% ആൾക്കാരിലേക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കോണ്ടന്റും നമുക്ക് പുറത്തു വിടാൻ പറ്റില്ല. You cannot make everyone happy or everyone you cannot make everybody happy. You cannot make sense also to everybody. എല്ലാവർക്കും അർത്ഥവത്തായിട്ടുള്ള സെന്റൻസസ് ഇവിടെ പറയാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ പറയാൻ പോയാൽ നമ്മൾ എവിടെ എത്താണ്ടാവും. ഞാൻ വളരെ ഏറ്റവും ബ്രോഡായിട്ടുള്ള പിക്ചറിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ ശരിക്കും ഹെൽപ്പ് വേണ്ട, സൈക്യാട്രിക് അസിസ്റ്റൻസ് വേണ്ട നിരവധി ആൾക്കാരുണ്ടാവും. ജെന്യുവൻലി ടോക്സിക് റിലേഷൻഷിപ്സിൽ ജീവിക്കുന്ന നിരവധി സ്ത്രീകളുണ്ടാവും. അത് പെരിമെനോപോസ് അല്ല, ടോക്സിക് റിലേഷൻഷിപ്പ് തന്നെയാണ്. അതുപോലെ അങ്ങനെ എല്ലാത്തിനെയും കേറ്റർ ചെയ്ത് നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ബ്രോഡായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിപ്പോ ഫാഷനബിൾ ആണ്, എല്ലാത്തിനും എനിക്ക് ഡിപ്രഷൻ ഉണ്ട്, എനിക്ക് ആങ്സൈറ്റി ആണ്, എനിക്ക് പാനിക് അറ്റാക്ക് ആണ്. ഇറ്റ്സ് നോട്ട് ട്രൂ. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. പാനിക് അറ്റാക്ക്, ഹാർട്ട് പാൽപിറ്റേഷൻസ്, സ്വെറ്റിംഗ്, ടയേർഡ്നെസ്, ഇങ്ങനെ കുഴഞ്ഞു പോകുന്ന ഒരു ഫീലിംഗ്, ഇതൊക്കെ പറഞ്ഞാൽ ഫെറിറ്റിൻ ഡെഫിഷ്യൻസി, മെഗ്നീഷ്യം ഡെഫിഷ്യൻസി, ഇവർക്കൊക്കെ ഇതേ ലക്ഷണങ്ങളാണുള്ളത്. അപ്പോൾ പാനിക് അറ്റാക്ക് ആണോ, മെഗ്നീഷ്യം ഡെഫിഷ്യൻസി, ഫെറിറ്റിൻ ഡെഫിഷ്യൻസി ആണോ? അപ്പോൾ ആദ്യം ബോഡീനെ ട്രീറ്റ് ചെയ്യൂ. വെൻ യുവർ ബോഡി ഈസ് ഹെൽത്തി, with a healthy body, if you still have an unhealthy mind, then go for mental health treatment. ഞാൻ പറയുന്നത് ബോഡി ഫസ്റ്റ്, മൈൻഡ് സെക്കൻഡ് ആയിട്ട് വേണം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ്. ആദ്യം ഒരു ഗട്ട് ക്ലെൻസ്, എ ന്യൂ ഗട്ട് മൈക്രോബയോം വിത്ത് പ്രീബയോട്ടിക്സ്, പ്രോബയോട്ടിക്സ്, എ ഹെൽത്തി ഡയറ്റ് വിത്ത് വെജിറ്റബിൾസ്, പ്രോട്ടീൻസ്, ഫ്രൂട്ട്സ്, എവറിത്തിങ്, ആൻഡ് ഇനഫ് സ്ലീപ്പ് ആൻഡ് ഇനഫ് സൺലൈറ്റ്, ഇനഫ് വിറ്റമിൻ ആൻഡ് മിനറൽസ് ഇൻ യുവർ ബോഡി. ബ്ലഡ് ടെസ്റ്റിലൂടെ അറിയാം. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടും പിന്നെയും നിങ്ങളുടെ മാനസിക നില ശരിയാവുന്നില്ലെങ്കിൽ പ്ലീസ് സീ എ സൈക്യാട്രിസ്റ്റ്. ഇതാണ് അതിൻ്റെ ലോജിക്കൽ രീതി. No, I just wanted that 100% perfect. I'm so thankful. മിക്ക ഇന്റർവ്യൂസ് നമ്മളോട് ഇത് ചോദിക്കില്ല, എന്നിട്ട് അവസാനം ആ പറഞ്ഞ സെന്റൻസ് മാത്രം എടുത്ത് ക്ലിക്ക് ബേറ്റ് ആയിട്ട് ഇട്ടിട്ട് എനിക്ക് ട്രോൾ വാങ്ങി തരും. അപ്പോൾ താങ്ക് യു ഫോർ ആസ്കിങ്. എനിക്ക് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, കാരണം ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടാൻ ചാൻസ് ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണല്ലോ. മിക്ക ഇന്റർവ്യൂസ് അത് പറയില്ല, തെറ്റിദ്ധരിപ്പിക്കാൻ ചാൻസ് ഉള്ള സ്റ്റേറ്റ്മെന്റ്സിനെയാണ് തംബ്നെയിലാക്കുന്നത്. അങ്ങനെ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, കാരണം your realizations are yours alone, which you have gained through your journey. Yes. And that deserves respect, and I am trying to understand that. Thanks a lot. I'm so thankful to you, Anish. അപ്പോൾ ഇനി then coming to ഇപ്പോൾ ഞാൻ മെൻ്റൽ ഹെൽത്ത്, നമ്മുടെ ബുക്സ്, കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ തന്നെ I want to your spiritual journey and everything, and I want to ask about your partner, the Gaganachari. Okay, so it is fascinating to me. But understanding that somebody who's state Himalayathil poi, you had your own realization and everything, you have your own views about spirituality, life or religion and everything, and there is a man who's leaving this earth's orbit to discover something even greater. How's that partnership going? It's beautiful. Because നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ജോലി സിനിമയിൽ അഭിനയിക്കുക, പിന്നെ പുസ്തകങ്ങൾ എഴുതുക, പിന്നെ ഇൻഫർമേഷൻ, അതായത് തോട്ട് ലീഡർ ആവുക, ടു ചേഞ്ച് ദ വേ പീപ്പിൾ തിങ്ക്, സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് മോർ ഒത്തൻറ്റിക് ആൻഡ് ഓപ്പൺ. ഇതാണ് എൻ്റെ എന്താ പറയുക കർമ്മ പാത്ത്. ഗോ ഔട്ട് ഓഫ് ദ എർത്ത്സ് ഓർബിറ്റ്, ബീറ്റ് ഓൾ ഫിസിക്കൽ ഫിറ്റ്നസ് ലിമിറ്റ്സ്. ഇതൊക്കെയാണ് എൻ്റെ ഹസ്ബൻഡ് പ്രശാന്ത് നായറിൻ്റെ കർമ്മ പാത്ത്. പക്ഷെ ആസ് ഹ്യൂമൻ ബീങ്സ്, വ്യക്തിപരമായിട്ട് ഞങ്ങൾ ആരാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ വളരെ സിമിലർ ആയിട്ടുള്ള വ്യക്തികളാണ്. ദാറ്റ് വി തിങ്ക് ദാറ്റ് സ്പിരിച്വാലിറ്റി ഇസ് ദ ഫസ്റ്റ് ഫൗണ്ടേഷൻ. മിക്ക ആൾക്കാർക്കും സ്പിരിച്വാലിറ്റി എന്തോ പുറത്ത് ഏറ്റവും അൾട്ടിമേറ്റും, മെറ്റീരിയൽ ആൻഡ് ഫിസിക്കലാണ് നമ്മുടെ ബേസിക്സ്, പ്രൈമറി. ഞങ്ങൾ മറിച്ച് ചിന്തിക്കുന്നവരാണ്. അത് രണ്ടുപേരെ കർമ്മങ്ങൾ ഡിഫറെൻ്റ് ആണെങ്കിലും ഞങ്ങളുടെ ബേസിക് എന്താ പറയുക മേക്ക് സിമിലർ ആണ്. That we believe that spiritual essence is
from where the vibrational frequency we live in is what creates the mental capacity and the physical reality. Okay. Because physical reality solid അല്ല, നമ്മുടെ മെൻ്റൽ പ്രൊജക്ഷനാണ്. ആ മെൻ്റൽ പ്രൊജക്ഷനെ നയിക്കുന്നത് നമ്മുടെ എനർജിയാണ്. Okay. ആ എനർജി വൈബ്രേഷണൽ ഫീൽഡാണ്. ആ വൈബ്രേഷണൽ ഫീൽഡിനെ എഫക്റ്റ് ചെയ്യുന്നത് കോൺഷ്യസ്നെസ് ആണ്. ദിസ് ഇസ് സ്പിരിച്വാലിറ്റി. കോൺഷ്യസ്നെസ് ഇസ് നോട്ട് പാർട്ട് ഓഫ് നേച്ചർ. അത് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം പവർഫുള്ളാണ് ഒരു സംഭവം. എത്രത്തോളം ബോധമില്ലേ അത്രയും ലെസ് പവർഫുള്ളാണ്. Okay. പക്ഷെ എനർജി, മൈൻഡ് ആൻഡ് ബോഡി ആർ ഇൻ ഓൾ ക്രീച്ചേഴ്സ്. അപ്പോൾ ഇത് ഞാൻ സ്പിരിച്വലായിട്ട് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പ്രശാന്ത് നായരും ഇത് സ്പിരിച്വലി അതേപോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. എന്നാൽ ഞാൻ ഇതിൻ്റെ മെറ്റാഫിസിക്സും എനിക്കിതിൻ്റെ ക്വാണ്ടം ഫിസിക്സ് സൈഡ് ഇഷ്ടമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇതിൻ്റെ വേറെ കുറേ ആസ്ട്രോണമി ആയിട്ടും മെറ്റാഫിസിക്കലായിട്ടുള്ള ഒരുപാട് സയൻസസിലൂടെ ഇത് പ്രൂവ് ചെയ്യാൻ അറിയാം. എനിക്കതിൻ്റെ ആവശ്യമില്ല, എനിക്ക് ആ പ്രൂഫ് എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് ഒരുപാട് പോയിട്ടില്ല. ബട്ട് ഹീ ലൈക്സ് ഇറ്റ്. സോ അനാലിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഓൾ ദിസ് ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ ബേസിക്കലി ഒരേ കാര്യത്തിന് വളരെ സിമിലർ ആയിട്ടുള്ള രീതിയിൽ ലൈഫിനെ കാണുന്നവരാണ്. അതുപോലെ തന്നെ ലൈഫിനെ ഒരുപാട് സീരിയസ് ആക്കി വളരെയധികം ബുദ്ധിമുട്ടിൽ ജീവിക്കാൻ പാടില്ല എന്ന് എന്താ പറയാ ആഗ്രഹമുള്ളവരാണ് ഞങ്ങൾ. കീപ് ഇറ്റ് സിമ്പിൾ ബട്ട് കീപ് ഇറ്റ് ഡീപ്പ് ആൻഡ് കീപ് ഇറ്റ് ക്ലിയർ. ക്ലാരിറ്റിയാണ് വേണ്ടത്. ക്ലാരിറ്റി ഉണ്ടെങ്കിൽ എല്ലാം സിമ്പിളാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു മാരേജ്, ഇപ്പോൾ വി ഗോട്ട് മാരീഡ് മച്ച് ലേറ്റർ ഇൻ ലൈഫ്, ഇൻ ആർ 40s. സോ ഇൻ 40s വെൻ യു ഗെറ്റ് മാരീഡ് നമ്മൾ തുടക്കം മുതലേ ആ ദുശ്ശീലങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. സ്ത്രീ എല്ലാം ചെയ്യും എന്നുള്ളത് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് 40s യു ബിക്കം അഡൾട്ട്സ്. യു ആർ 2 adults ഗെറ്റിംഗ് ഇൻ ടു എ കോ ക്രിയേറ്റീവ് പാർട്ട്ണർഷിപ്പ്. നമ്മളൊരു ലൈഫ് കോ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. വി ആർ സപ്പോർട്ട് സിസ്റ്റംസ് ഫോർ ഈച്ച് അതർ. ഇതായിരിക്കണം നമ്മുടെ റിലേഷൻഷിപ്പ്. വി ഓൾ നീഡ് ഫാമിലി to be that support system where you are going to be supported but not judged. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനെയും അളന്ന് മുറിച്ച് നിങ്ങളെ കുറച്ച് കാണിക്കാനല്ല. പലപ്പോഴും നമ്മൾ മാരേജിൽ നമ്മളോട് പറയാണ് നിന്റെ കുഴപ്പം എന്താണെന്നറിയോ. ഇതാണ് യൂഷ്വലി ഒരു മാരേജിൽ കേൾക്കാവുന്ന ഒരു സെന്റൻസ് അല്ലേ. വേറെ ആരും ഇങ്ങനെ സംസാരിക്കില്ല. ചിലപ്പോൾ വളരെ ക്ലോസ് ഫ്രണ്ട്സ് പറയും നിന്റെ കുഴപ്പം എന്താണെന്നറിയോ എന്ന് പറയുന്ന ഏറ്റവും ക്ലോസ്നെസ്സിൽ വരുന്ന ഒരു സെന്റൻസ് അത് അല്ലേ. നിന്റെ പ്രശ്നം എന്താണെന്നറിയോ. നിന്റെ പ്രശ്നം എന്താണെന്നറിയോ എന്നൊരാൾ നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ നമ്മളത് വളരെ കെയർഫുള്ളായിട്ട് കേൾക്കുക. ബിക്കോസ് അവരവരുടെ നമ്മൾ തമ്മിലുള്ള ഒരു ഇഷ്ടത്തിൻ്റെ ഒരു റിസ്ക് എടുത്തുകൊണ്ടാണ് അവരത് പറയുന്നത്. അവരത് പറയുമ്പോൾ അത് നമുക്ക് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരത് പറയുന്നത്. നമ്മൾ ആ സമയത്ത് നമ്മുടെ ഈഗോയിനോട് പറയുക, ഇപ്പോഴേ നേരത്തെ ട്രെയിൻ ചെയ്ത് വെക്കുക. ഈഗോയെ ആരെങ്കിലും നമ്മളോട് നിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയുമെന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ ഈഗോ ഡൗൺ ആക്കി ഓഫാക്കി ഇത് കേൾക്കുക. അംഗീകരിക്കേണ്ട അവർ പറയുന്നത്, പക്ഷെ കേൾക്കുക, അക്സെപ്റ്റ് ചെയ്യുക, ടേക്ക് ദാറ്റ് സെൻറ്റൻസ്. പിന്നീട് നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒന്ന് ആലോചിക്കുക അതിനെ പറ്റി. അപ്പം തന്നെ ഒരാൾ നിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയുമെന്ന് പറഞ്ഞ വഴിക്ക് നമ്മൾ എനിക്ക് ആ പ്രശ്നമേ ഇല്ല എന്ന് പറയാനുള്ള ടെൻഡൻസിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതാണ് ഈഗോ. ഈഗോ ഈസ് ഇഗ്നറൻസ്. നമുക്ക് നമ്മളെക്കുറിച്ച് എല്ലാം അറിഞ്ഞുകൂടാ. നമുക്ക് നമ്മുടെ മുഖത്ത് ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ടോ എന്ന് വേറൊരാൾ പറഞ്ഞു തന്നാലേ അറിയുള്ളൂ. അപ്പോൾ വേറൊരു വ്യക്തി നമുക്കൊരു മിററെ പോലെ ബിഹേവ് ചെയ്യാണ്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നുള്ളതാണ്. അപ്പം മാരേജ് ഷുഡ് ബി ദാറ്റ് അൾട്ടിമേറ്റ് മിറർ, ദാറ്റ് ചങ്ങാതി ഹു കൻ ടെൽ യു എവറിത്തിങ്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഡിഫെൻസസ്, ഈഗോ ഡിഫെൻസസ് താഴെ ആക്കി നമ്മൾ ആക്ച്വലി ഈഗോ ഇല്ലാതെ ജീവിക്കാൻ പഠിക്കുകയാണ്. വേറൊരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ ഓരോ പ്രാവശ്യവും നമ്മളെക്കുറിച്ചുള്ള കുഴപ്പങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് അവരെ റിയാക്ട് ചെയ്യാൻ നിൽക്കാതെ നമ്മൾ ഉള്ളിലേക്ക് പോയിട്ട് ആക്ച്വലി എനിക്ക് ആ പ്രശ്നമുണ്ടോ എന്ന് നോക്കണം. സാഹചര്യങ്ങൾ നോക്കുക, ഇത് മുമ്പ് എന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ. അങ്ങനെ നമ്മൾ ആക്ച്വലി വേറെ ഒരു വിധത്തിലും അല്ലെങ്കിൽ ഗ്രോ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഗ്രോ ചെയ്യാൻ പറ്റും. ആ ഒരു കോ ക്രിയേറ്റീവ് മാരേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ you have the greatest superpower in the world. Lovely. And right now we have been lucky and fortunate and blessed enough to have that relationship. Lovely.
all the best. We are looking forward to more from you as a couple. So, then I'll come to the way that we know you the best as the actress. You have completed 28 years in the industry. Yes. So, almost 3 decades. Yes. 3 ദശാബ്ദങ്ങൾ നമുക്ക് പറയാം. I'm definitely not calling you old. No, I have But no that's problem okay. with it. Exactly. I have wanted no this problem point. with growing I old. wanted that point. I want to grow old nicely. Okay. I want to do. എനിക്ക് പണ്ടും നോക്കിയാല് എനിക്ക് എന്നും നിന്റെ മൊയ്തീനിൽ പൃഥ്വിരാജിന്റെ അമ്മയായിട്ട് അഭിനയിക്കാനോ I was coming to ദുൽഖർ that. സൽമാന്റെ അമ്മയായിട്ട് അഭിനയിക്കാൻ, അതൊക്കെ ഞാൻ അഭിനയിക്കുന്ന 36 വയസ്സും 34 വയസ്സുള്ളപ്പോഴൊക്കെയാണ് ഞാൻ ഈ 60 വയസ്സായ ക്യാരക്ടറൊക്കെ പ്ലേ ചെയ്തത്. പറയണ്ടായി എന്നതിന്റെ മൊയ്തീനിലെ ക്യാരക്ടർ വൺ ഓഫ് യുവർ ഫേവറേറ്റ്സ്. യെസ്. ആൻഡ് ഇറ്റ്സ് സംതിങ് ദാറ്റ് ഗോട്ട് മീ സോ മച്ച് ആക്വലേഡ്സ്. എത്ര ആൾക്കാർക്ക് ഇഷ്ടമാണ് ആ ക്യാരക്ടർ, എത്ര അവാർഡ്സ്. അതെ, എനിക്ക് എന്നതിന്റെ മൊയ്തീനിലെ അമ്മയേക്കാൾ എന്നെ സ്ട്രൈക്ക് ചെയ്ത് ട്രാഫിക്കിൽ അമ്മയാണ്. അതിനകത്ത് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ റഹ്മാന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ആൻഡ് ദാറ്റ് ചേഞ്ചസ് ദി ഹോൾ ഫിലിം. ആൻഡ് ഞാൻ പറയുന്ന പെർഫോമൻസിനെ പറ്റിയാണ്. ആൻഡ് ദാറ്റ് ടൈം യു ആർ ഈവൻ യങ്ങർ. ദാറ്റ് വാസ് 2011. യു ആർ 31. അന്ന് നമിത പ്രമോദിന്റെ അമ്മയായിട്ട് 15 വയസ്സ് 16 വയസ്സുള്ള കുട്ടിയുടെ അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത്. സോ യു ആർ നെവർ ഹെസിറ്റേറ്റഡ് ഫ്രം ദാറ്റ്. ആൻഡ് സോ ഈ ഒരു കോൺഷ്യൻസ് ഉണ്ടല്ലോ റിഗാർഡിങ് ഏജ്, അത് അന്നും എനിക്കുണ്ടായിരുന്നു. അതെ, ഫോർ എവർ. എനിക്കിപ്പോഴും ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവാറില്ല എന്താണ് ആൾക്കാരുടെ പ്രശ്നം ഏജിനോട്. ഓക്കെ. ലൈക്ക് ഏജ് കൂടുന്തോറും വി നോ ബെറ്റർ, വി ഹാവ് മോർ എക്സ്പീരിയൻസ്, നമ്മൾ കൂടുതൽ അറിവുള്ളവരാവുന്നു, നമ്മൾ ബെറ്റർ ആൻഡ് ബെറ്റർ അല്ലേ ആവുന്നത് പ്രായം കൂടുന്തോറും. അപ്പം നമ്മൾ അതിനെ വളരെ റെസ്പെക്ട്ഫുള്ളി അല്ലേ കാണേണ്ടത്. ദ ഓൾഡർ യു ആർ ദ ബെറ്റർ യു ആർ. Like, what is the problem with aging? എനിക്ക് സത്യത്തിൽ മനസ്സിലാവാറില്ല. You know better, you are better. You know better, you are better, you are in a more powerful position. Okay. അപ്പോൾ എന്തുകൊണ്ട് നമ്മള് അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല? എന്തിനാ ഷെയിംഫുൾ ആയിട്ട് കാണുന്നത്? എനിക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടില്ല. എനിക്ക് പണ്ടും മനസ്സിലായിരുന്നില്ല, ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ബിക്കോസ് ഐ ഓൾവേസ് തോട്ട് ആൻ ഏജ്ഡ് പേഴ്സൺ ഇസ് എ വൈസ് പേഴ്സൺ. നമ്മുടെ കൾച്ചറിൽ നമ്മൾ റെസ്പെക്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത് പ്രായമുള്ളവർക്ക്. നമ്മൾ റെസ്പെക്ട് ചെയ്യും, നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. ഒരു പ്രായമുള്ള ആള് വന്നാൽ നമ്മൾ അവർ റെസ്പെക്ട് അല്ലേ നമുക്ക് ഫീൽ ചെയ്യുന്നത് വിത്ത് എ പേഴ്സൺ വിത്ത് ഏജ്. അപ്പോൾ എന്താണ് അതിലെ കുഴപ്പം? എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇപ്പോൾ ഓഫീസിലെ കുട്ടികളൊക്കെ, ഇപ്പോൾ എൻ്റെ ഓഫീസിൽ ഞാനാണ് ഏറ്റവും മൂത്തത്. ഞാൻ 80കളുടെ വസന്തം എന്നാണ് അവരെന്നെ പറയാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ മേ ബി ഐ ഹെസിറ്റേറ്റ് ഇൻ ഡൂയിങ് ദ തിങ്സ് ദാറ്റ് ഐ ലവ് ആസ് ഐ ഏജ്. ചില സമയത്ത് മേ ബി 20s ഞാൻ ചെയ്യണമായിരുന്നു. മേ ബി ഐ ഹാവ് എ ഹെസിറ്റേഷൻ ടുവേർഡ്സ് ഇപ്പൊ തന്തവേബ് എന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഇറ്റ്സ് ഇൻ എ ഫൺ വേ, ഇൻ എ ഫൺ ബാൻഡർ. ബട്ട് ഐ റിയലൈസ് വെൻ ടോക്കിംഗ് ടു യു, ഐ എം റിയലൈസിങ് ഐ എം റിയലി പ്രൗഡ് ദ വേ യു ആർ അപ്രോച്ചിങ് ഇറ്റ്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ അറിയോ, നമ്മൾ ഏജ്ലെസ് ആയി മാറുകയാണ്. ആൾക്കാർ നമ്മളെ ഏജിന്റെ ഒരു നമ്പറിന് കാണാതിരിക്കുന്നത് നമ്മളതിനെ മറികടക്കുമ്പോഴാണ്. നമ്മുടെ മനസ്സിലെ അതിനെക്കുറിച്ചൊരു ചമ്മലുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ആ പ്രോബ്ലം ഉള്ളൂ. അല്ലെങ്കിൽ ഐ എം നോട്ട് ഡ്രസ്ഡ് ലൈക്ക് നമ്മുടെ ഏജ് അപ്രോപ്രിയേറ്റഡ്. 45 ആയുള്ള സ്ത്രീ ഡ്രസ് ചെയ്യേണ്ട രീതിയാണോ ഇത്? ഐ യൂസ് ടു ഡ്രസ് ദ സെയിം വേ വെൻ ഐ വാസ് ഇൻ മൈ 20s. I used to tie a ponytail when I was in my 20s. I am wearing some yellow glasses which are blue light cutting. I am not dressed in any way like a traditional 45-year-old. എന്നാൽ എനിക്ക് I am 45 years old എന്ന് പറയുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. So now people are not bothered about my age. They'll say age is just a number. ശരിയാണ് അല്ലേ? അപ്പം നമുക്കേ അതിനോടുള്ളൊരു ചമ്മൽ ഇല്ലെങ്കിൽ മറ്റുള്ളവരും നമ്മളെ അതിന് ട്രോൾ ചെയ്യില്ല. നമുക്കേ അതിൻ്റെ ഉള്ളിലൊരു ചമ്മലുണ്ട്. ആക്ച്വലി ഞാനൊരു തന്ത വൈബാണോ കാണിക്കുന്നത് എന്ന് നമ്മുടെ മനസ്സിലെ ചിന്തയാണ് മറ്റുള്ളവരെ കൊണ്ട് ട്രോൾ ചെയ്യിപ്പിക്കുന്നത് അല്ലേ? Now I'll ask about, so എനിക്ക് വളരെ പ്രിയപ്പെട്ട കുറച്ച് പാട്ടുകളുണ്ട്. അതിൽ ഒരു 3 പാട്ടുകൾ ലെനയുടെ സാന്നിധ്യം ഉണ്ട്. മറന്നിട്ടും എന്തിനോ, പൂവേ പൂവേ പാലപ്പൂവേ, ആൻഡ് ഓഫ് കോഴ്സ് സ്നേഹത്തിലെ രാവ് നിലാപ്പൂ എന്നുള്ള പാട്ട്. അപ്പോൾ ഇതിനകത്ത് മോഹൻലാലിൻ്റെ കൂടെ പൂവേ പൂവേ പാലപ്പൂവിൽ പാടുന്ന ഒരു ലെനയുണ്ട്. മോഹൻലാൽ ഇങ്ങനെ നോക്കി. ആൻഡ് യു ഹവ് ലേറ്റർ ടോൾഡ് ദാറ്റ് മോഹൻലാൽ ഇസ് പ്രോബബ്ലി എൻ ഐഡൽ, യു ലുക്ക് അപ്പ് ടു ഹിം. ആൻഡ് അപ്പോൾ ലാലേട്ടൻ്റെ പല ഇൻ്റർവ്യൂസ് കാണുമ്പോഴും തോന്നും, ഇഫ് വി ഹാഡ് ദ ആക്സെപ്റ്റൻസ് ലെവൽസ് ഓഫ് ലാലേട്ടൻ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ദാറ്റ് ഗൈ ഈസ് ഹൂ ഹി ഈസ്. സോ വാട്ട് ഹാസ് യു ടേക്കൺ ഫ്രം ദാറ്റ് ഗ്രേറ്റ് മാൻ? എനിക്ക് ലാലേട്ടൻ ഒരുപാട് രീതിയിൽ ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. ആസ് എൻ ആക്ടർ ദ സോ മച്ച് ടു ലേൺ ഫ്രം ഹിം. അതല്ലാതെ സ്പിരിച്വൽ ജേർണിയിൽ അദ്ദേഹം പോലും അറിയാതെയാണ് എന്നെ പലപ്പോഴും ഹെൽപ്പ് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് പിന്നീട് മനസ്സിലായത്. ഫൈനലി ദൈവത്തിൻ്റെ ആത്മകഥ എന്ന മലയാളം ട്രാൻസ്ലേഷനിൽ
ലാലേട്ടനാണ് ആമുഖം എഴുതിയിരിക്കുന്നത്. ആ He has even written that. So he helped me directly and indirectly in a lot of ways, but never directly like let me give you advice എന്ന് പറയുന്ന ഒരു സിസ്റ്റമേ ലാലേട്ടനില്ല. ലാലേട്ടൻ്റെ കാര്യങ്ങൾ ചെയ്തു പോകുന്നു, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനെങ്കിൽ എടുത്തോളൂ എന്നുള്ളതാണ്. he is not affected. But he has directly taught me how to learn dialogues. സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സീനിൽ എന്നോട് അത് എങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം, അതെങ്ങനെ ഇന്റേണലൈസ് ചെയ്യണം, ഹൗ ടു ഗോ അബൌട്ട് ലേണിംഗ് ഡയലോഗ്സ് ആൻഡ് ഡയലോഗ് ഡെലിവറി. അത് എൻ്റെ ഒരു കഷ്ടപ്പാട് കണ്ടിട്ട് സഹതാപം തോന്നിയിട്ട് പറഞ്ഞതാണെന്ന് തോന്നുന്നു. അപ്പം ഹി ഹാസ് ബീൻ എ ഗ്രേറ്റ് മെൻറ്റർ, നോയിങ്ലി ഓർ അൺനോയിങ്ലി. ഹി ഹാസ് ബീൻ എ ഗ്രേറ്റ് മെൻറ്റർ ത്രൂ ഔട്ട്. That's lovely. So as an actor, 28 years journey, you have transformed as a person, you have realized so much. സോ ഇപ്പം ഞാനിപ്പോൾ ഒരുവിധ ഇൻ്റർവ്യൂസ് വരുന്ന ഗസ്റ്റിൻ്റെ അടുത്തൊക്കെ ഞാൻ ചോദിക്കും, ഇഫ് യു ഐ നോ യു മൈറ്റ് ഹാവ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ടു ഇറ്റ്. If you were to do things differently, imagine you are a 20-year-old or 19-year-old starting again in the film industry. If you were ever to do things differently, would you attempt something? There's no chance. There's no chance. One, I love the way my life has gone. Yeah. And second is I know that it's not possible to do anything else. Yeah. That is what I expected for sure. But even if there was, fictionally നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, even if there was a chance to change it, I wouldn't change anything. I really love my life. Oh, absolutely. I mean, it's very rare to see people come and say that I absolutely love my life. I love every moment of it. All the ups and all the downs. എനിക്ക് ഡൗൺസ് എന്നാണ് ഞാൻ കൂടുതൽ പഠിക്കാറുള്ളത്. അപ്സ് ഞാൻ ആസ്വദിക്കേ ഉള്ളൂ. പക്ഷെ ഡൗൺ ആയി പോകുന്ന സമയത്തൊക്കെ ഞാൻ കുറച്ച് ഇങ്ങനെ ഡൾ ആവുന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ ഉള്ളിൽ ഇപ്പം അറിയാം ഈ ഡൗണിൽ നിന്നാണ് നിധി കിട്ടാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി. ആൻഡ് അതുപോലെ നമ്മളിപ്പോൾ സിനിമയെ പറ്റി പറയുമ്പോൾ അതെന്തോ ഒരു നോട്ട് ആസ് അലൈവ് റൈറ്റ് നൗ എന്ന പോലെ പലപ്പോഴും ഐ ഹവ് സീൻ ഇന്റർവ്യൂസ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. അത് സത്യമല്ല. റൈറ്റ് നൗ ഐ എം വർക്കിംഗ് ഓൺ എ മൂവി കോൾ ഭൗമ. ദിലീഷ് പോത്തനുണ്ട്, വിനീത് ഇസ് ദർ ആൻഡ് സോ മെനി ആക്ടേഴ്സ് ഇൻ ദാറ്റ്. സോ മെനി ആക്ടേഴ്സ്. അപ്പോൾ ഭൗമ ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് പ്രോജക്റ്റ്. വി ഹവ് വർക്ക്ഡ്. കുട്ടിക്കാനത്തായിരുന്നു ഷൂട്ടിംഗ്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു, കഴിഞ്ഞിട്ടില്ല. പിന്നെ പോരെന്ന് പറഞ്ഞൊരു സിനിമയിൽ ഞാനൊരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്തു. അത് കൂടാതെ ധനുഷ് കോടിയിലേക്ക് എന്ന് പറഞ്ഞ പടം ചെയ്തു. സോ സിനിമ വളരെ സജീവമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് സജീവമായിട്ട് പോട്ടെ. So we have always loved the actor in you. The author in you was celebrated. Very, very good luck for Women of Us. And I have one question left. We have a huge fan of yours in our office. That's Ms. Sanghavi. സോ സാംഘവിയാണ് മാമിനെ ചേസ് ചെയ്ത് ഇവിടെ എത്തിക്കണം. ഷി ഹസ് relentlessly chased you. സത്യം. സാംഘവി ഹാസ് ബീൻ കോളിംഗ് മീ ഫോർ ദ ലാസ്റ്റ് സോ മെനി മന്ത്സ്. അപ്പൊ ഞാൻ ഷൂട്ടിലായിരുന്നോണ്ട് ഇടയ്ക്ക് മാറും. പിന്നെ എൻ്റെ ഫെറിറ്റിൻ ഡെഫിഷ്യൻസി കാരണം ഇടയ്ക്ക് ഞാൻ പറയും ഇപ്പൊ ഷൂട്ടില്ലെങ്കിൽ ഞാൻ തീരെ വയ്യ, ഞാൻ ട്രീറ്റ്മെന്റിലാണ്. നോ പ്രോബ്ലം മാം, ഐ കോൺടാക്ട്. അടുത്ത എന്നാ കോൺടാക്ട് ചെയ്യേണ്ടതെന്ന് വളരെ ക്ലിയർ ആയിട്ട് ചോദിച്ചു. ഷീ ഹാഡ് എ ക്വസ്റ്റ്യൻ. അതായത് പുള്ളിക്കാരി ഓഡിയോ ബുക്ക് കേൾക്കുകയാണ് ചെയ്തത്. And she is very disappointed that it's not you who is narrating. I'm also disappointed in that. എന്നോട് ചോദിക്കാതെയാണ് അവരത് ചെയ്തത്. ഞാൻ തന്നെ ചോദിക്കുകയും ചെയ്തു. അത് ഞാൻ വായിച്ചതിന് എൻ്റെ വോയിസ് ഒക്കെ അത്യാവശ്യം അറിയപ്പെടുന്നതാണെന്ന് പറഞ്ഞു നോക്കി. She was like, അത് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്ട് കയറിയാണ്. ഇത് they are focusing on pronunciation. So Women of Us, she wanted to personally request you, please narrate it yourself. I have already requested Penguin that I would like to be the narrator. ഇനിയും അത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല, ബിക്കോസ് പെൻഗ്വിൻ റാൻഡം ഹൗസ് ഇസ് എ ഹ്യൂജ് പബ്ലിക്കേഷൻ. ഞാൻ പറയുന്നതിന് എത്രത്തോളം അവിടെ വില കൽപ്പിക്കുന്ന എനിക്കറിയില്ല, പക്ഷേ I will try to do that. I would love to. So basically, good luck for the book. We'll all be reading. Let's keep discovering the person who we are. Thank you so much for this insightful conversation. Thanks so much. I had so much fun on this interview. Thank you so much.